ഹായ് ഓൾ, എല്ലാവർക്കും ഐറ്റ്യൂഡിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2021 PYQs ആണ് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിൽറ്റർ ഫീഡർ? സോ ഈ കൊടുത്തേക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഫിൽറ്റർ ഫീഡർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ക്യാറ്റ് ഫിഷ്, ഓപ്ഷൻ ബി ഒക്ടോപ്പസ്, ഓപ്ഷൻ സി ഓയിസ്റ്റർ, ഓപ്ഷൻ ഡി പെലിക്കാൻ. അപ്പോൾ ഇതിൽ ഏതാണ് ഫിൽറ്റർ ഫീഡർ? ഓക്കെ, നമ്മൾ അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ. ഏതാണ് ഫിൽറ്റർ ഫീഡറിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓയിസ്റ്റർ ആണെന്ത് ഫിൽറ്റർ ഫീഡർ വരുന്നത്. ഓക്കെ, സോ ഓയിസ്റ്റർ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? കാരണം അവരുടെ ആ വാട്ടർ എങ്ങനെ ചെയ്ത് ആ ഗിൽസ് വഴി എന്താണ് സ്ട്രെയിൻ ഔട്ട് ചെയ്ത് കളയും. ഓക്കെ, സോ ഓയിസ്റ്റർ പംപ്സ് water through the gills to strain out microscopic food particles like ഏതൊക്കെയായിരിക്കും? plankton and other organic matters. Okay, സോ അതാണ് എന്ന് പറയുന്നത് ഓയിസ്റ്റേഴ്സ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് അവർ ഫിൽറ്റർ ഫീഡർ ചെയ്യുന്നത്. അതായത് ദ പംപ്സ് വാട്ടർ ത്രൂ ദ ഗിൽസ് ടു സ്റ്റെയിൻ ഔട്ട് മൈക്രോസ്കോപ്പിക് ഫുഡ് പാർട്ടിക്കിൾസ് ലൈക്ക് പ്ലാങ്ക്ടൺ ആൻഡ് അതർ ഓർഗാനിക് ഐറ്റംസ്. ഓക്കെ, സോ അതാണ് ആൻസർ വരുന്നപ്പോൾ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇവിടുത്തെ ഫിൽറ്റർ ഫീഡർ ഏതാണ്? ക്യാറ്റ് ഫിഷോ ഒക്ടോപ്പസോ പെലിക്കനോ അല്ല, പകരം ഏതാണ്? ഓയിസ്റ്ററാണ് ഫിൽറ്റർ ഫീഡറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ക്യാറ്റ് ഫിഷ് ആണെങ്കിൽ എന്താണ്? അത് നോർമലി ഒരു പ്രഡേറ്ററാണ്. ഓക്കെ, ക്യാറ്റ് ഫിഷ് ഒരു പ്രഡേറ്റർ ഫിഷാണ്. സോ അതുകൊണ്ട് എന്താണ് അത് ഫിൽറ്റർ ഫീഡർ എന്നുള്ളൊരു പ്രോസസ് അതിൽ വരുന്നില്ല. പിന്നെ നമുക്ക് വരുന്നത് ഏതാണ്? ഒക്ടോപ്പസ് ആണ്. ഒക്ടോപ്പസ് എന്താണ്? അതിനൊരു ആക്റ്റീവ് ടെൻറ്റക്കിൾസ് ഉണ്ട്. ഓക്കെ, സോ ആ ടെൻറ്റക്കിൾസ് യൂസ് ചെയ്താണ് എന്ത് അതും അതിൻ്റെ പ്രേയെ ക്യാച്ച് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വരുന്നത് ഏതാണ്? പെലിക്കനാണ്. പെലിക്കനും എന്താണ്? അതിന് ഗൾഫ് പ്രഡേറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അവരെന്ത് ചെയ്യും? ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ എന്തിനേയും കൂടെ സോളോ ചെയ്യും? ഫിഷിനെയും കൂടെ സോളോ ചെയ്യും. ഓക്കെ, സോ അതാണ് എന്ത് ഈ പെലിക്കൻ്റെ പ്രോസസ് പറയുന്നത്. ഓക്കെ, സോ അതിന് വരുന്ന അവിടെ ഫിൽറ്ററിങ് കാര്യങ്ങളൊന്നും നടക്കുന്നൊന്നുമില്ല. അവരെന്താണ് ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ എന്താണ് അതിൽ വരുന്ന ഫിഷിനെയും കൂടെ എന്താണ് സോളോ ചെയ്താണ് അവരുടെ ഫുഡ് ഹാബിറ്റ് നിലനിർത്തുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓയിസ്റ്ററാണ് വരുന്നത്. നെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് വരുന്നത്. 27. In case of which one of the following biogeochemical cycle the weathering of a rock is the main source of release of nutrient to enter the cycle? ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതാണ് വെതറിങ് ഓഫ് റോക്സ് ഏത് ന്യൂട്രിയൻ സൈക്കിളിലാണ് വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഏത് ന്യൂട്രിയൻ സൈക്കിളിലാണ് വരുന്നത്? എപ്പോഴും വെതറിങ് ഓഫ് റോക്സ് കൂടുതലും വരുന്ന ഏത് സൈക്കിളിലായിരിക്കും? ഫോസ്ഫറസ് സൈക്കിളിലായിരിക്കും. ഓക്കെ, അത് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ കാർബൺ സൈക്കിളായാലും നൈട്രജൻ സൈക്കിളായാലും സൾഫർ സൈക്കിളായാലും ഇതൊക്കെ എന്താണ് കൂടുതലും വെതറിങ് വരുന്നില്ല. ഇപ്പോൾ നൈട്രജൻ സൈക്കിളൊക്കെ ഫുൾ എന്താണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെ നമുക്ക് നൈട്രജൻ കിട്ടുന്നത്. ഏകദേശം 78% നമുക്ക് അറ്റ്മോസ്ഫിയർ നൈട്രജൻ ഉണ്ട്. സോ അതുവഴിയൊക്കെയാണ് എന്ത് നൈട്രജൻ സൈക്കിൾ പ്രധാനമായിട്ടും പോകുന്നത്. സോ അതുപോലെ തന്നെ കാർബൺ സൈക്കിളുണ്ട്, സൾഫർ സൈക്കിളുണ്ട്. പക്ഷേ ഫോസ്ഫറസ് സൈക്കിളിൽ എന്താണ് അതിന് വെതറിങ് ഓഫ് റോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റോക്ക് വെതറിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഫോസ്ഫറസ് സൈക്കിൾ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ, അതിൽ നിന്നാണ് നമുക്ക് ഫോസ്ഫറസ് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. കാരണം പ്രധാനമായിട്ട് ഈ ഫോസ്ഫറസ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെഡിമെൻ്ററി സൈക്കിളാണ്. ഇതായിട്ട് ഇടാം. ഓക്കെ, സോ ഈ സെഡിമെൻ്ററി സൈക്കിളായ ഫോസ്ഫറസ് സൈക്കിളിൻ്റെ ഏറ്റവും വലിയ റിസർവോയർ എന്താണ്? സെഡിമെൻ്ററി റോക്സ് ആണ്. സെഡിമെൻ്ററി റോക്സ് ആണ് ഏറ്റവും വലിയ റിസർവോയർ എന്നും പറയുന്നത്. ഓക്കെ, സോ ഈ റോക്സ് എന്താണ് അത് വെതർ ചെയ്താണ് എന്ത് ഫോസ്ഫറസ് റിലീസ് ആവുന്നത്. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് വെള്ളത്തിലോട്ടും മണ്ണിലോട്ടും എങ്ങനെയാണ് ഈ റോക്സ് വെതറാവുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഫോസ്ഫറസ് എന്താണ് വെള്ളത്തിലോട്ടും അതുപോലെ എന്താണ് സോയിലിലേക്കും മണ്ണിലേക്കും എല്ലാം എന്താണ് സ്പ്രെഡ് ആവുന്നുണ്ട്. ഓക്കെ, സോയിലിലേക്കും വെള്ളത്തിലോട്ടും എന്താണ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ അതാണ് ഇത് ഫോസ്ഫറസ് സൈക്കിൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് സൈക്കിൾസിൻ്റെ കാര്യം നോക്കാം. നൈട്രജൻ സൈക്കിൾ നോക്കാം. നൈട്രജൻ സൈക്കിൾ മെയിനായിട്ട് എന്ത് സൈക്കിളാണ്? അതൊരു ഗേഷ്യസ് സൈക്കിളാണ്. ഓക്കെ, നമുക്കറിയാം അതിൻ്റെ പ്രൈമറി റിസർവോയർ ഏതായിരിക്കും? നോർമലി നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈമറി റിസർവോയർ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, അറ്റ്മോസ്ഫിയർ ആണ്. കാരണം 78% അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? നൈട്രജൻ ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്രൈമറി റിസർവോയർ നൈട്രജൻ ഏതാണ്? അറ്റ്മോസ്ഫിയർ ആണ്. അടുത്ത് നെക്സ്റ്റ് വരുമ്പോൾ കാർബൺ സൈക്കിൾ നോക്കുന്നെങ്കിൽ ഓക്കെ, കാർബൺ സൈക്കിൾ നോക്കിയാൽ അത് ഏത് സൈക്കിളാണ്? അതും ഒരു ഗേഷ്യസ് സൈക്കിളാണ്. ഓക്കെ, സോ അതിൻ്റെ എന്താണ് അതിൻ്റെ മെയിൻ സോഴ്സ് എന്താണ്? അറ്റ്മോസ്ഫിയറിലെ
കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് എന്ത് അതിൻ്റെയും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് വരുന്നത് ഏതാണ്? ലാസ്റ്റ് വരുന്നത് സൾഫർ സൈക്കിൾ. ഓക്കെ, സൾഫർ സൈക്കിൾ വരുമ്പോൾ ഇതൊരു ഹൈബ്രിഡാണ്. ഓക്കെ, നമ്മളിപ്പോൾ നൈട്രജൻ സൈക്കിളും കാർബൺ സൈക്കിളും എന്താണ് ഗേഷ്യസ് എന്ന് പറഞ്ഞു. പക്ഷേ സൾഫർ വരുമ്പോൾ എന്താണ് അതിൽ സെഡിമെൻ്ററി ഉണ്ട്, അതുപോലെ എന്താണ് ഗേഷ്യസും വരുന്നുണ്ട്. രണ്ടും കൂടി ചേർന്നാണ് ഇത് സൾഫർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സെഡിമെൻ്ററി വരുന്നുണ്ട്, അതുപോലെ എന്താണ് ഗേഷ്യസും വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഫോസ്ഫറസ് സൈക്കിൾ പറഞ്ഞു സെഡിമെൻ്ററി സൈക്കിളാണെന്ന് പറഞ്ഞു, നൈട്രജൻ സൈക്കിൾ പറഞ്ഞു ഗേഷ്യസ് ആണെന്ന് പറഞ്ഞു, കാർബൺ സൈക്കിൾ പറഞ്ഞു ഗേഷ്യസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം സൾഫർ സൈക്കിൾ ആകുമ്പോൾ എന്താണ് ബോത്ത് സെഡിമെൻ്ററി ആൻഡ് ഗേഷ്യസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ ഏതാണ്? വെതറിങ് ഓഫ് റോക്ക് മെയിനായിട്ട് വരുന്നത് എവിടെയാണ്? അത് ഫോസ്ഫറസ് സൈക്കിളിലാണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. 27ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 28. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡെട്രിറ്റിയോഴ്സ്? ഡെട്രിറ്റിയോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, അതായത് എന്താണ് മണ്ണിൽ വീണ അവശിഷ്ടങ്ങൾ, എന്താണ് ഡെഡായിട്ടുള്ള ജീവികൾ, എന്താണ് അതിനെ വിഘടിപ്പിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എർത്ത് വേം, ജെല്ലി ഫിഷ്, മില്ലിപെഡ്സ്, സീ ഹോഴ്സ്, വുഡ്ലൈസ്. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. നമുക്ക് എന്തായാലും അറിയാവുന്ന ഒരു കാര്യമാണ് ഡെട്രിറ്റിയോഴ്സിൽ ഏതുണ്ട്? എർത്ത് വേംസ് എന്തായാലും ഡെട്രിറ്റിയോഴ്സ് ആണെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പോലെ തന്നെ എന്താണ് പഠിക്കുന്നതാണ് എർത്ത് വേംസ്, മണ്ണിര എന്ന് പറയുന്നത് ഡെട്രിറ്റിയോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നില്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ ബി നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നോക്കി, ജെല്ലി ഫിഷ്, മില്ലിപേഡ്സ്, സീ ഹോഴ്സ്, വുഡ്ലൈസ്, ഇതിൽ ഏതൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ജെല്ലി ഫിഷ് എന്ന് വെച്ചാൽ അത് ഡെട്രിറ്റിയോഴ്സിൽ വരത്തില്ല. ഓക്കെ, കാരണം ജെല്ലി ഫിഷ് എന്ന് വെച്ചാൽ ഒരു പ്രഡേറ്ററാണ്, കാർണിവർ പ്രഡേറ്ററാണ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം സീയിലൊക്കെ ഉള്ള ഒരു ഫിഷാണ് ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. അതെന്താണ് കാർണിവറാണ് ആൻഡ് ആൾസോ ദേ ആർ പ്രഡേറ്റേഴ്സ് ആണ്. ഓക്കെ, അവരെന്താണ് ഇതുപോലെ എന്താണ് ഡെട്രിറ്റിയോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്താണ് 2 ആദ്യമേ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. സോ 2 പോകുമ്പോൾ അഗെയിൻ നമ്മൾ നമ്മുടെ ആൻസറിലെത്തിയ ഓപ്ഷൻ സി ആയിരിക്കും. 1, 3 ആൻഡ് 5 ആയിരിക്കും. 1, 3 ആൻഡ് 5 ആയിരിക്കും. സീ ഹോഴ്സും എന്താണ് ഡെട്രിറ്റിയോഴ്സ് അല്ല. ഓക്കെ, അത് ജസ്റ്റ് നമ്മളൊരു കോമൺ നോളജ് മാത്രമായിരിക്കും. സീ ഹോഴ്സും ജെല്ലി ഫിഷും ഡെട്രിറ്റിയോഴ്സ് അല്ല എന്നുള്ളത് എന്താണ് നമുക്ക് ജസ്റ്റ് നമ്മളെ ബാക്കി പഠിച്ചതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം സീ ഹോഴ്സ് ആയാലും ജെല്ലി ഫിഷ് ആയാലും ഇത് രണ്ടും എന്താണ് ഒരു കാർണിവോഴ്സ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് അവർ രണ്ടുപേരും ഡെട്രിറ്റിയോഴ്സിൽ വരുന്നില്ല. ഇനി എർത്ത് വേംസ്, മില്ലിപേഡ്സ് ആൻഡ് വുഡ്ലൈസ്, ഇത് മൂന്നും എന്താണ് ഇത് മൂന്നും എന്താണ് പ്രധാനപ്പെട്ട ഡെട്രിറ്റിയോഴ്സ് ആണ്. ഓക്കെ, സോ ഡെട്രിറ്റിയോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഓർഗാനിസം ദാറ്റ് ഫീഡ് ദ ഡെട്രിറ്റസ്. ഓക്കെ, അതായത് ഈ ഡെഡായിട്ടുള്ള പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും അതിനെയൊക്കെ കഴിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ ഫീഡ് ചെയ്യുന്നതാണ് നമ്മുടെ സോയിലോട്ട് മാറ്റുന്ന പ്രോസസ്സ് ചെയ്യുന്നത് അവരാണ് എന്ന് പറയുന്നത് ഡെട്രിറ്റിയോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും എന്താണ് ഈ ഡെട്രിറ്റിയോഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസെക്ട്സ് ഉണ്ട്. എക്സാമ്പിളായിട്ട് എന്താണ് ഇൻസെക്ട്സിൽ എക്സാമ്പിൾ വരുന്നത് നമുക്ക് മൈറ്റ്സ് പറയാം, ബീറ്റിൽസ് പറയാം, ദെൻ ബട്ടർഫ്ലൈസ്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇൻസെക്ട്സിന് എക്സാമ്പിളാണ്. ഇനി വേണമെങ്കിൽ മൊളസ്കസ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ലഗ് ആൻഡ് സ്നെയിൽസ് ഉണ്ട്. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സോയിൽ ഡ്വെല്ലിംഗ് എർത്ത് വേംസ് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇതും കൂടാതെ നമ്മളിപ്പോൾ പറഞ്ഞ വേറെ ഉണ്ട് മില്ലിപേഡ്സും വുഡ്ലൈസും, അതെന്താണ് ഈ ഒരു മൊളസ്കസിന് എക്സാമ്പിളാണ്. ഓക്കെ, മില്ലിപേഡ്സ് ആൾസോ വുഡ്ലൈസ്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് മൊളസ്കസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇൻസെക്ട്സിൽ നമ്മൾ മൈറ്റ്സ്, ബീറ്റിൽസ്, ബട്ടർഫ്ലൈസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ദെൻ മൊളസ്കസിൽ എന്താണ് സ്ലഗ് ആൻഡ് സ്നെയിൽസ്, സോയിൽ ഡ്വെല്ലിംഗ് എർത്ത് വേംസ്, ദെൻ മില്ലിപേഡ്സ് ആൻഡ് വുഡ്ലൈസ്, ഇതൊക്കെ എന്താണ് അതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഡെട്രിറ്റിയോഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. 1, 3 ആൻഡ് 5 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണ് ഡെട്രിറ്റിയോഴ്സ്, ഇതെല്ലാം തന്നെ എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡെട്രിറ്റിയോഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ബാക്കി 2 എന്തുകൊണ്ടാണ് ഡെട്രിറ്റിയോഴ്സ് അല്ലാത്തതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, സോ 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 29. The common carbon metric supported by UNEP has been developed for option A, assessing the carbon footprint of building operations around the world. Option B, enabling commercial farming entities around the world to enter carbon emission trading. Option C, enabling governments to assess the overall carbon footprint caused by their countries. Option D, assessing the overall carbon footprint caused by the use of fossil fuels by the world in a unit time. അപ്പോൾ ഇതിൽ ഏതാണ് കോമൺ കാർബൺ മെട്രിക്സിൽ പറയുന്നത്? ഓക്കെ, കോമൺ കാർബൺ മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്.
ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അസസിങ് ദ കാർബൺ ഫുട് പ്രിൻറ്റ് ഓഫ് ബിൽഡിംഗ് ഓപ്പറേഷൻസ് അറൗണ്ട് ദ വേൾഡ്. അതാണ് ഇത് കോമൺ കാർബൺ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് ഡെവലപ്ഡ് ചെയ്തത്? ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ UNEP. ഓക്കെ, അല്ലെങ്കിൽ സപ്പോർട്ടഡ് ബൈ UNEP ആണ്. ആൻഡ് സസ്റ്റൈനബിൾ ബിൽഡിംഗ് ആൻഡ് ക്ലൈമറ്റ് ഇനിഷ്യേറ്റീവ് ആണ്. അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ബിൽഡിംഗ് ആൻഡ് ക്ലൈമറ്റ് ഇനിഷ്യേറ്റീവ്. ഓക്കെ, സസ്റ്റൈനബിൾ ബിൽഡിംഗ് ആൻഡ് ക്ലൈമറ്റ് ഇനിഷ്യേറ്റീവ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ആൻഡ് ആൾസോ എന്താ ഈ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ് അവരുടെ? ഹെൽപ്പ് ടു മെഷർ എനർജി കൺസംഷൻ ആൻഡ് greenhouse gas emissions from building operations. Okay, അപ്പോൾ ഗ്രീൻ ഹൗസ് പ്രധാനമായിട്ടും എന്താണ്? ഹെൽപ്പ് ടു മെഷർ എനർജി കൺസംഷൻ ആൻഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഫ്രം ബിൽഡിംഗ് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ബിൽഡിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഹീറ്റിംഗ് വരുന്നുണ്ട്, കൂളിംഗ് വരുന്നുണ്ട്, ലൈറ്റിംഗ് വരുന്നുണ്ട്, അങ്ങനത്തെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉള്ള എന്താണ് എനർജി കൺസംഷനെ മെഷർ ചെയ്യുക. അതിനാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സെട്ര. ഓക്കെ, അപ്പോൾ അതാണ് കോമൺ കാർബൺ മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എ ആണ്. അസസിങ് ദ കാർബൺ ഫുട് പ്രിൻറ്റ് ഓഫ് ബിൽഡിംഗ് ഓപ്പറേഷൻസ് അറൗണ്ട് ദ വേൾഡ്. ഓക്കെ, അസസിങ് ദ കാർബൺ ഫുട് പ്രിൻറ്റ്സ് ഓഫ് ബിൽഡിംഗ് ഓപ്പറേഷൻസ്. ഈ ബിൽഡിംഗ് ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? കൂളിംഗ്, ഹീറ്റിംഗ്, അതുപോലെ എന്താണ് ലൈറ്റിംഗ്, ഇതെല്ലാം എന്താണ് ബിൽഡിംഗ് ഓപ്പറേഷൻസ് വരും. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മെഷർ ചെയ്യുക എന്താണ്? എനർജി കൺസംഷൻ ആൻഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഓക്കെ, ഫ്രം ദിസ് ബിൽഡിംഗ് ഓപ്പറേഷൻസ്. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത് കോമൺ കാർബൺ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? UNEP ആണ്. ഓക്കെ, യുണൈറ്റഡ് നാഷൻ എൻവയോൺമെൻറ്റ് പ്രോഗ്രാം ആണ്. അപ്പോൾ അതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 30. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് സ്പീഷീസ് ദാറ്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഓർഗാനിസം. ഓക്കെ, മറ്റ് ഓർഗാനിസംസുമായിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വയ്ക്കുന്ന ഓർഗാനിസമിലെന്നാണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് നിഡേറിയൻസ്, ദെൻ ഫംഗൈ, പ്രോട്ടോസോവ. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൻ ബിലോ. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് മറ്റ് ഓർഗാനിസമായിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വയ്ക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം ഇവർ 3 പേരും എന്താണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നിഡേറിയൻസിൻ്റെ കാര്യം പറയാം. നിഡേറിയൻസിന് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം, കോറൽസിന് എടുക്കാം. ഓക്കെ, നമ്മൾ ഒരുപാട് അറിയാവുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോറൽസിൻ്റെ കാര്യം. അപ്പോൾ കോറൽസിന് എന്താണ്? ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് വിത്ത് ആരുമായിട്ട്? സൂസാന്തലയായിട്ട് ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. സൂസാന്തല എന്ന് വെച്ചാൽ എന്താണ്? സിംഗിൾ സെൽഡ് ആൽഗയാണ് സൂസാന്തല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് ആർക്ക്? കോറൽസിന് സൂസാന്തലയായിട്ട് എന്താണ് ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇതിൽ ആൽഗ എന്താണ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് ഈ സൂസാന്തല എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ഫുഡ്. ആൽഗയാണ് എന്ത് ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബൈ വിച്ച് പ്രോസസ്? ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പോൾ ആൽഗെ ഫോട്ടോസിന്തസിസ് വഴി എന്താണ് ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ആർക്കും കൂടി കോറൽസിനും കൂടി വേണ്ടിയുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അതേസമയം കോറൽസ് എന്താണ് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ ആൻഡ് ന്യൂട്രീഷൻ. ഓക്കെ, ന്യൂട്രിയൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഇതാണ് എന്ത് കോറൽസ് ചെയ്യുന്നത്. അപ്പോൾ ആൽഗയും കോറൽസും തമ്മിലുള്ള ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. നിഡേറിയൻസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കോറൽസ് പറഞ്ഞത്. അപ്പോൾ എന്താണ് കോറൽസും ആൽഗയും തമ്മിലുള്ള, ആൽഗ ഏതാണ്? സൂസാന്തല എന്ന് പറയുന്ന ആൽഗയും തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൽ ആൽഗ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ആൻഡ് കോറൽസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ഷനും അതുപോലെ എന്താണ് ന്യൂട്രിയൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് എന്ത് ഫസ്റ്റ് വരുന്നത്, നിഡേറിയൻസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫംഗൈ ആണ്. അത് നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അറിയാം ഫംഗസിൻ്റെ. ഓക്കെ, സിംബയോസിസം ലൈക്ക് ലിച്ചൻസ്. ഓക്കെ, ലിച്ചൻസ് എന്ന് വെച്ചാൽ വിത്ത് ആൽഗെ ഓർ ഏതായിരിക്കും? സയനോ ബാക്ടീരിയയാണ്.
സൈനോബാക്ടീരിയ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ആൻഡ് ആൾസോ മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ കാണപ്പെടുന്ന ഒരു തരം ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്കോറൈസ എന്ന് പറയുന്നത്. സോ അതാണ് ഏത് പറയുന്നത്, ഫംഗയുടെ റിലേഷൻഷിപ്പ് പറയുന്നത്. നെക്സ്റ്റ് പ്രോട്ടോസോവ പറയുന്നുണ്ട്. പ്രോട്ടോസോവ വരുമ്പോൾ എന്താണ്, അവർക്കൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്. പ്രധാനമായിട്ടും എന്താണ്, സീലിയേറ്റ്സ് ഇൻ ദ ഗട്ട്സ് ഓഫ് ടെർമൈറ്റ്സ്. ഓക്കെ, സീലിയേറ്റ്സ് ഇൻ ദ ഗട്ട്സ് ഓഫ് termites and ruminant animals. Okay, ഇത് നമ്മുടെ സെല്ലുലോസ് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, റൂമിനൻറ്റ് ആനിമൽസിൽ നിന്നാണ് മെയിനായിട്ട് സെല്ലുലോസൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സീലിയേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടെർമൈറ്റ്സ്. ഓക്കെ, സീലിയേറ്റ്സിൻ്റെ ഗട്ട്സ് ഓഫ് ടെർമൈറ്റ്സ് ആൻഡ് റൂമിനൻറ്റ് ആനിമൽസിൻ്റെ അതുപോലെ എന്താണ് ടെർമൈറ്റ്സിലേക്ക് ഗട്ട്സിൽ കാണപ്പെടുന്ന സീലിയേറ്റ്സ്. സോ അതെന്താണ് ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, അത് പ്രോട്ടോസോയിൽ വരുന്നതാണ്. അപ്പോൾ നിഡേറിയൻസ് ആയാലും ഫംഗി ആയാലും പ്രോട്ടോസോയിൽ എന്തായാലും 3 പേർക്കും സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to Chauset Yogini temple situated near Morena, consider the following statement. First statement, it is a circular temple built during the region of Kachapagata dynasty. Okay. Second statement, it is the only circular temple built in India. Third one, it was meant to promote the Vaishnava cult in this region. Fourth statement, its design has given rise to a popular belief that it was the inspirational behind the Indian Parliament building. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് ഓപ്ഷൻ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 1 and 4, ഓപ്ഷൻ ഡി 2, 3 and 4. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ചൗസത്ത് യോഗിനി ടെമ്പിളിനെ വെച്ച് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇറ്റ് ഈസ് ദ ഒൺലി സർക്കുലർ ടെമ്പിൾ ബിൽറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ഒരേ ഒരു സർക്കുലർ ടെമ്പിൾ ഇതാണെന്ന് പറയുന്നുണ്ട്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്, കാരണം ഓൺലി വരുന്നുണ്ട് ഇവിടെ. അതുകൂടെ എന്താണ്, ഒരേ ഒരു സർക്കുലർ ടെമ്പിൾ ഇത്രയും എന്താണ് കൾച്ചറലി അല്ലെങ്കിൽ എന്താണ് ഡൈവേഴ്സിറ്റിക്കലി അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ അവിടെയൊക്കെ ഒരേ ഒരു സർക്കുലർ ടെമ്പിളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 2 എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ കളയാൻ പറ്റും, എ, ബി, ഡി. കാരണം ഓൾറെഡി നമുക്കത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ആൻസറിലേക്ക് കിട്ടും. ഓപ്ഷൻ സി 1 and 4 ഓൺലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1ഉം 4ഉം മാത്രമായിരിക്കും ശരി, 2ഉം 3ഉം എന്താണ് റോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സർക്കുലർ ടെമ്പിൾ ബിൽറ്റ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കച്ചപഗത ഡൈനസ്റ്റി. ഓക്കെ, കച്ചപഗത ഡൈനസ്റ്റിയുടെ ടൈമിലാണ് എന്ത് ഈ ചൗസത്ത് യോഗിനി ടെമ്പിൾ ബിൽറ്റ് ചെയ്തത്. ദെൻ ലാസ്റ്റ് പറയുന്നത്, ഇറ്റ്സ് ഡിസൈൻ ഹാസ് given rise to the popular belief that it was the inspiration behind the Indian Parliament building. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ എന്താണ് ഈ ഒരു ടെമ്പിളിൻ്റെ ഡിസൈനാണ് യൂസ് ചെയ്യുന്നുള്ളൊരു പോപ്പുലർ ബിലീഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അതും എന്താണ് ശരിയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇറ്റ് ഈസ് ദ ഓൺലി സർക്കുലർ ടെമ്പിൾ ബിൽറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇതാണ് ഇന്ത്യയിലെ ഒരേ ഒരു സർക്കുലർ ടെമ്പിൾ ഇതാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് വേറെയും ഉണ്ട്. എക്സാമ്പിൾ ഇപ്പം ചൗസത്ത് യോഗിനി ടെമ്പിൾ ഹിരാപൂർ. ഓക്കെ, അതും സർക്കുലറാണ്. അതുകൂടാതെ എന്താണ് റാണിപൂർ ഝരിയൽ ഒഡീസയിലാണ്. സോ അതും എന്താണ് ഇതിന് സർക്കുലർ ടെമ്പിളിന് എക്സാമ്പിളാണ്. സോ അതുകൊണ്ട് എന്താണ് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ, ഇറ്റ് വാസ് മീൻ ടു പ്രൊമോട്ട് ദ വൈഷ്ണവ കൾട്ട് ഇൻ ദിസ് റീജിയൻ. ഓക്കെ, ഈ ഒരു റീജിയനിലെ വൈഷ്ണവ കൾട്ടിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് എന്ത് ഈ ഒരു ടെമ്പിൾ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് പ്രധാനമായിട്ടും ഇത് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തത്, ഇത് ശിവ കൾട്ട് അല്ലെങ്കിൽ ശൈവ കൾട്ടിനായിരുന്നു എന്ത് ഡെഡിക്കേറ്റ് ചെയ്തത്. ആൻഡ് ആൾസോ 64 യോഗിനീസ് ഉണ്ടായിരുന്നു ഇതിൽ. ഓക്കെ, പ്രധാനമായിട്ടും ശൈവ കൾട്ടിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. ഇവിടെ വൈഷ്ണവ കൾട്ട് എന്നാണ് പറയുന്നത്, അതെന്താണ് തെറ്റാണ്. ഓക്കെ, സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് ഡിസൈൻ ഹാസ് ഗിവൺ റൈസ് ടു എ പോപ്പുലർ ബിലീഫ് ദാറ്റ് ഇറ്റ് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദ ഇന്ത്യൻ പാർലമെൻറ്റ് ബിൽഡിംഗ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് വരുന്നത്. 1 and 4 ഓൺലി ആയിരിക്കും. ഓക്കെ, 1, 4 വേണത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2, 3 എന്താണ് തെറ്റാണ്. കാരണം ഓൺലി സർക്കുലർ ടെമ്പിൾ ഇതല്ല. കാരണം എന്താണ് ചൗസത്ത് യോഗിനി ടെമ്പിൾ ഹിരാപൂർ ഉണ്ട്, അതുപോലെ എന്താണ് റാണിപൂർ ഝരിയാലുണ്ട് ഒഡീഷയിൽ. ദെൻ ഏത് കൾട്ടിനാണ് വൈഷ്ണവ കൾട്ടിനല്ല, പകരം ശിവ കൾട്ടിനാണ് എന്ത് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 1 and 4 ഓൺലി ആയിരിക്കും. ഓക്കെ, അതാണ് 31ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 82,
Which one of the following ancient towns is well known for its elaborate system of water harvesting and management by building a series of dams and channelizing water into connected reservoirs? Option A Dholavira, option B Kalibangan, option C Rakhigari, option D Ropar. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഏതായിരിക്കും ആൻസർ വരുന്നത്? ആദ്യം നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും, ധോളാവിരയിലായിരിക്കും വരുന്നത്. ഓക്കെ, കാരണം ധോളാവിരയിൽ എന്ത് പ്രധാനമായിട്ടും ഡാംസ്, ചാനൽസ്, ഇറിഗേഷൻ പ്രോജക്ട്സ് ഇതെല്ലാം എന്താണ് ധോളാവിരയായിട്ട് ഉള്ള കാര്യങ്ങളാണ്. എവിടെയാണ് ധോളാവിര എന്ന് പറയുന്നത്? ഗുജറാത്തിലെ കച്ച് റീജിയനിലാണ് എന്ത് ധോളാവിര വരുന്നത്. ഓക്കെ, സോ ധോളാവിരയാണ് പ്രധാനമായിട്ട് ഈ ഇൻ്റർ കണക്റ്റഡ് റിസർവോയേഴ്സ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, ഡാം കൺസ്ട്രക്ഷൻ ഇതെല്ലാം എന്താണ് ധോളാവിരയായിട്ട് റിലേറ്റ് ആയിട്ടുള്ള. ഓക്കെ, വാട്ടറുമായിട്ട് റിലേറ്റ്, വാട്ടർ ഹാർവെസ്റ്റിംഗ് ആയിട്ടൊക്കെ റിലേറ്റ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും എവിടെയായിരുന്നു? പ്രധാനമായിട്ട് ധോളാവിരയിലായിരുന്നു. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ഉള്ള ഹാരപ്പൻ സൈറ്റ്സിലാണ്, നമ്മൾ എന്തായാലും പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ കാലിബംഗാൾ നോക്കുന്നെങ്കിൽ എന്താണ്? പ്രസൻറ്റ് രാജസ്ഥാനിലാണ് വരുന്നത്. അവിടെ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് ഫ്ലോ ഹെഡ്, ഫ്ലോ ഹെഡ് ഓഫ് അഗ്രികൾച്ചർ ഫീൽഡ്. ഓക്കെ, അതാണെന്ത് പ്രധാനമായിട്ടും അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്, രാജസ്ഥാനിലെ കാലിബംഗാളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ദെൻ പിന്നെ വരുന്നത് ഏതാണ്? രാഖിഗരിയാണ്. രാഖിഗരി എവിടെയാണ് വരുന്നത്? ഹരിയാനയിലാണ് വരുന്നത്. ഓക്കെ, വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റാണ് ഏതെന്ന് പറയുന്നത്? രാഖിഗരി എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റാണ് രാഖിഗരി വരുന്നത്. ഓക്കെ, ആൻഡ് ആൾസോ ഇതിൻ്റെ പ്രധാനപ്പെട്ട രാഖിഗരിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അർബൻ പ്ലാനിങ്ങും അതുപോലെ എന്താണ് ഗ്രാനറീസ്. അതായിരുന്നു എന്ത് രാഖിഗരീസിൽ നിന്ന് പ്രധാനമായിട്ടും കിട്ടിയിരുന്നത്. ഇനി രോപ്പാർ എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ഹാരപ്പൻ സൈറ്റ് എക്സ്കവേറ്റഡ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് ഹാരപ്പൻ സൈറ്റ് എക്സ്കവേറ്റഡ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ എക്സ്കവേറ്റ് ചെയ്ത ഫസ്റ്റ് ഹാരപ്പൻ സൈറ്റ് ഏതാണെന്ന് പറയുന്നത്? രോപ്പാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ധോളാവിര, കാലിബംഗ, രാഖിഗരി, രോപ്പാർ ഇത് നാലും ഏതായിരുന്നു? ധോളാവിരയാണെന്ത് പ്രധാനമായിട്ട് എലാബറേറ്റ് സിസ്റ്റം ഓഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ എന്താണ് മാനേജ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് ഓഫ് എ സീരീസ് ഓഫ് ഡാംസ് ആൻഡ് ചാനലൈസിങ് വാട്ടർ ഇൻ ടു കണക്റ്റഡ് റിസർവോയേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാരപ്പൻ സൈറ്റ്സിൽ എന്തായാലും നോക്കി വയ്ക്കുക. ഇന്ത്യയിലുണ്ട്, അതെന്താണ് പാകിസ്ഥാൻ്റെ റീജിയൻസിലുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഹാരപ്പൻ സൈറ്റ്സ്, 2-3 ഏകദേശം ഒരു 10-12 ഹാരപ്പൻ സൈറ്റ്സിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വയ്ക്കുക. അവിടത്തേക്ക് പ്രത്യേകത എന്തൊക്കെയാണ്, ഏതൊക്കെ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം എവിടെയൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് പോർട്ട് സൈസ് ഏതൊക്കെയാണ്, പോർട്ട് സൈറ്റ് ഏതൊക്കെയാണ്, അത് എന്താണ് പ്രധാനമായിട്ട് നമ്മൾ ലോത്താൽ അതൊക്കെ എന്താണ് ആ ഒരു ടൈമിൽ നോക്കി വയ്ക്കേണ്ടതാണ്. പിന്നെ എന്താണ് ഫയർ അൽറ്റാർസ് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്, കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ ഏതാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഹാരപ്പൻ സൈറ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഓരോ കണ്ടുപിടുത്തങ്ങളും അതുപോലെ എന്താണ് അത് എവിടെയൊക്കെയാണ് കാണുന്നത്, ഏതൊക്കെ ഹാരപ്പൻ സൈറ്റിലാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 33. In the first quarter of 17th century, which of the following was or where the factory or factories of English East India Company located? ബ്രോച്ച്, ചിക്കാഗോളെ, തിരുച്ചിനപ്പോളി. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയായിരുന്നു 17th സെഞ്ച്വറിയിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ വരുന്നത്? ഓക്കെ, അതായത് ഏത് ടൈമിലാണ്? 1600 മുതൽ 1625 ടൈം പീരീഡ്. ഓക്കെ, അതാണ് 17th സെഞ്ച്വറിയിലെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1600 മുതൽ 1601 മുതൽ 1625 വരെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ പ്രധാനമായിട്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതൊക്കെ ഏരിയയിലാണ്? നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിലും അതുപോലെ എന്താണ് കോറമാൻഡൽ കോസ്റ്റിൽ. ഓക്കെ, വെസ്റ്റേൺ കോസ്റ്റിലും അതുപോലെ എന്താണ് കോറമാൻഡൽ കോസ്റ്റിലുമാണ് കൂടുതലും പോർട്സിന് കൂടുതലും എന്താണ് സിറ്റീസ് അല്ലെങ്കിൽ ഫാക്ടറീസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. അതായത് 1601 മുതൽ 1625 വരെ എവിടെയാണ്? പ്രധാനമായിട്ടും വെസ്റ്റേൺ കോസ്റ്റിലും കോറമാൻഡൽ കോസ്റ്റിലാണ് അവർ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും വരുന്നതെന്ന് നോക്കിയാൽ ഫസ്റ്റ് ഏതാണ് വരുന്നത്? ബറോച്ച് വരുന്നുണ്ട്. ബറോച്ച് ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? ബ്രോച്ച് വരുന്നത് ഗുജറാത്തിലാണ്. സോ അതുകൊണ്ട് എന്താണ് വെസ്റ്റേൺ കോസ്റ്റിലാണ് വരുന്നത്. അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നു? ബ്രോച്ചിൽ എന്തായിരുന്നു? കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ബ്രോച്ച് അല്ലെങ്കിൽ ബറോച്ച് എന്നാണ് പേര് പറയുന്നത്. അപ്പോൾ ബ്രോച്ചിൽ എന്താണ് ഫസ്റ്റ് പെർമനൻറ്റ് ഫാക്ടറി സൂറത്തിൽ 1613 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1613 സൂറത്തിലാണെന്ത് ഫസ്റ്റ് ഫാക്ടറി അവർ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് എന്താണ് ഇവർ നിയർ ബൈ അടുത്തുള്ള ഇടത്തേക്കും എന്താണ് ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലെങ്കിൽ എന്താണ് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എന്താണ് 1619 അവരെന്താണ് ബറോച്ചിൽ
ബറോച്ചിൽ എന്താണ് ഫാക്ടറി സ്ഥാപിച്ചു. ഓക്കെ, സോ ബറോച്ചിലും അതുകൂടാതെ എന്താണ് അഹമ്മദാബാദും പിന്നെ ആഗ്രയിലും എന്താണ് ഈ ഒരു ടൈമിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 1619 എന്താണ് ബറോച്ചിലും അതുപോലെ എന്താണ് അഹമ്മദാബാദിലും ആഗ്രയിലും എന്താണ് അവർ ഓൾറെഡി ഫാക്ടറീസ് സ്ഥാപിച്ചിട്ടുണ്ട്. 1613 ഫസ്റ്റ് ഫാക്ടറി സ്ഥാപിക്കുന്നത്. അതെവിടെയാണ്? സൂറത്തിലാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് അഹമ്മദാബാദിലും ബറോച്ചിലും അതുപോലെ ആഗ്രയിലും എന്താണ് 1619 ടൈം പീരീഡിൽ എന്താണ് അവർ ഫാക്ടറി സ്ഥാപിച്ചു. സോ ഓപ്ഷൻ 1 എന്താണ് റൈറ്റ് ആണ്. അപ്പോൾ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ് 3 ഓൺലി 2 ആൻഡ് 3 ആണ്. അപ്പോൾ അതെന്തായാലും ഇല്ല. ദെൻ നമുക്ക് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ 2 ഉണ്ടാകാൻ നോക്കുക. ഓക്കെ, ചിക്കാഗോൾ എന്ന് പറയുന്നത് എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. ശ്രീകാകുളം വരുന്നത്. ശ്രീകാകുളമാണ് ഇപ്പോഴത്തെ അതിൻ്റെ പേര്. ഓക്കെ, ചിക്കാഗോൾ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗോൾക്കൊണ്ട ഡൈനസ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലേസ് ആയിരുന്നു എന്ന് പറയുന്നത് ഈ ചിക്കാഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇമ്പോർട്ടൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ Okay, so it's an important administrative center under the Kuchai ruler of Golconda. ഗോൾക്കൊണ്ടയിലെ കുച്ചായി റൂറൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെൻ്റർ ആയിരുന്നു ഏതെന്ന് പറയുന്നത് ഈ ചിക്കാഗോൾ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ എന്താണ് എയർലി പ്രസൻസ് ഓഫ് ഈസ്റ്റേൺ കോസ്റ്റ് വാസ് മസൂലിപട്ടണമായിരുന്നു. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റിൽ എയർലി പ്രസൻസ് അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ട് ഈസ്റ്റേൺ കോസ്റ്റിൽ വന്നത് തന്നെ എവിടെയായിരുന്നു? മസൂലിപട്ടണമായിരുന്നു. അത് 1611 ദെൻ പിന്നെ എന്തായിരുന്നു? അർമാഗോണിലാണ്. അത് പിന്നെ എപ്പോഴായിരുന്നു? നമ്മൾ ഈ ഒരു ക്വാർട്ടർ കഴിഞ്ഞു, അതായത് 1625 കഴിഞ്ഞ് 1626 ഇത് അർമാഗോണിൽ വന്നത്. സോ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. സോ ചിക്കാഗോളിലും എന്താണ് വന്നിട്ടില്ല. അങ്ങനെ ചിക്കാഗോൾ കാരണം ആ ഒരു ടൈമിൽ ആരുടെ ഇമ്പോർട്ടൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ അണ്ടർ ദ കുപ്ചായി റൂളർ ഓഫ് ഗോൾക്കൊണ്ട. അപ്പോൾ ഗോൾക്കൊണ്ടയുടെ കുപ്ചായി റൂളേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ആയിരുന്നു ഏതെന്ന് പറയുന്നത് ചിക്കാഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ശ്രീകാകുളം എന്ന് പറയുന്നത്. അത് പ്രസൻറ്റ് ആന്ധ്രാപ്രദേശിലാണ്. ആൻഡ് ആൾസോ ഫസ്റ്റ് ആയിട്ട് തന്നെ എന്താണ് ഈസ്റ്റേൺ റീജിയനിൽ ഫസ്റ്റ് വന്നത് തന്നെ എവിടെയാണ്? മസൂലിപട്ടണത്താണ്. അത് 1611 അത് കഴിഞ്ഞ് പിന്നെ വന്നത് എന്താണ്? അർമഗോണിലാണ്. അത് 1626 ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞതിന് ശേഷമാണ് അർമഗോണിൽ വന്നത്. ഓക്കെ, സോ ചിക്കാഗോളിൽ ആ ടൈമിൽ എന്താണ് ഉണ്ടായിരുന്നില്ല. ദെൻ മൂന്നാമത് വരുന്നത് എന്താണ്? സോ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി ഒന്നായിരിക്കും. അപ്പോൾ എന്താണ് മൂന്നാമത്തെ തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ എന്താണ് തിരുച്ചിറപ്പള്ളി അതും എന്താണ് ഇല്ല. ഓക്കെ, തിരുച്ചിറപ്പള്ളിയിലും വന്നിട്ടില്ല. ഈ ടൈമിൽ എന്തായിരുന്നു? പ്രധാനമായിട്ടും മധുരൈ നായക് ഡൈനസ്റ്റി ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. തിരുച്ചിറപ്പള്ളി ഭരിച്ചിരുന്നത് മധുരൈ നായക് ഡൈനസ്റ്റി ആയിരുന്നു. മധുരൈ നായക് ഡൈനസ്റ്റി. ഓക്കെ, സോ ഈ ഒരു ടൈം എന്താണ്? മധുരൈ നായക് ഡൈനസ്റ്റിയാണ് തിരുച്ചിറപ്പള്ളി റൂൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്രോച്ച് മാത്രമേ ഉള്ളൂ. ബ്രോച്ച് അല്ലെങ്കിൽ ബറോച്ച് ഗുജറാത്തിലായിരുന്നു. ഓക്കെ, അവിടെ മാത്രമേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫസ്റ്റ് 17th സെഞ്ചുറിയുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ എന്തായിരുന്നു ഈ ഫാക്ടറി ഉണ്ടായിരുന്നത് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ. ഓക്കെ, ഫസ്റ്റ് ഫാക്ടറി എവിടെയായിരുന്നു? 1613 1613 സൂറത്തിലായിരുന്നു. ദെൻ 1619 ബ്രോച്ചിൽ അഹമ്മദാബാദ് ആഗ്രയിലേക്ക് എന്താണ് കൺസ്ട്രക്ട് ചെയ്തു. നെക്സ്റ്റ് 34. From the decline of Guptas until the rise of Harshavardhana in the early 17th century, which of the following kingdoms were holding powers in the northern India? The Guptas of Magadha, the Paramaras of Malwa, the Pushyabudhis of Taneshur, the Mukharis of Kanauj, the Yadavas of Devgiri, the Maitreya of Vallavi. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഡിക്ലൈൻ ഓഫ് ഗുപ്താസ് അണ്ടിൽ ദ റൈസ് ഓഫ് ഹർഷവർദ്ധന? ഓക്കെ, ഗുപ്തൻ്റെ ഡിക്ലൈൻ അതുപോലെ എന്താണ് ഹർഷവർദ്ധന റൈസ്, ഈ ഒരു ടൈം പീരീഡിന് ഇടയ്ക്ക് ഉണ്ടായിരുന്ന കിങ്ഡംസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ നമുക്ക് ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 3, 4, 6 നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 1, 3, 4, 6. ഓക്കെ, അതായത് ഗുപ്താസ് ഓഫ് മഗധ, ദെൻ പുഷ്യബൂതി ഓഫ് തനേശ്വർ, മൗഖാരിസ് ഓഫ് കനൗജ് ആൻഡ് മൈത്രേക ഓഫ് വല്ലഭി. ഓക്കെ, ഇവർ 4 പേരുമാണ് എന്ത് ഈ ഒരു ടൈം പീരീഡിൽ എമർജ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഗുപ്താസ് ഓഫ് മഗധ. ഇവരെന്താണ് ലേറ്റർ ഗുപ്താസ് എന്ന് അറിയപ്പെടുന്നത് ഈ ഗുപ്താസിനെയാണ്. ഓക്കെ, ലേറ്റർ ഗുപ്താസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിക്ലൈൻ ഓഫ് ഗുപ്താസ്. ഓക്കെ, ഈ ഗുപ്താസിൻ്റെ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം മിഡ് 6th സെഞ്ചുറിയാണ്. മിഡ് 6th സെഞ്ചുറിയും അതുപോലെ എന്താണ് ഹർഷവർദ്ധൻ്റെ റൈസ് എന്ന് പറയുന്നത് ഏത് ടൈം പീരീഡിലാണ്? അത് ഏർലി 7th സെഞ്ചുറിയാണ്. ഏർലി 7th സെഞ്ചുറി.
അപ്പോൾ ഈ ഒരു ടൈം പീരീഡിലായിരിക്കും മിഡ് 6th ഏർലി 7th ഇടയ്ക്കുള്ളവരെയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വന്ന് എന്താണ് ലേറ്റർ ഗുപ്താസ് വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് വരുന്നത് എന്താണ് പരമാരാസ് ഓഫ് മാൽവ വരുന്നുണ്ട്. ഇവരുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 9th സെഞ്ച്വറിക്കും 14th സെഞ്ച്വറിക്കും ഇടയ്ക്കാണ്. 9th to 14th സെഞ്ച്വറിക്ക് ഇടയിലാണ് ഇവർ വരുന്നത്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞതാണ് 6th നും 7th നും ഇടയിലാണ് വരേണ്ടത്. ദെൻ പുഷ്യഭൂതിസ് ഓഫ് തനേശ്വർ. ഇതെന്താണ് പ്രധാനമായിട്ട് ഈ ഡൈനസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹർഷവർദ്ധൻ്റെ തന്നെ ഡൈനസ്റ്റിയാണ് ഇത് പുഷ്യഭൂതി ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റ് ഹരിയാനയിലാണ് ഉള്ളത്. സോ അതെന്താണ് ഹർഷയുടെ ഡൈനസ്റ്റി തന്നെയാണ്, ഹർഷവർദ്ധൻ്റെ ഡൈനസ്റ്റിയാണ്. ദെൻ മൗഖാരിസ് ഓഫ് കനൗജ് വരുന്നുണ്ട്. മൗഖാരിസ് ഓഫ് കനൗജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ മിഡിൽ ഗംഗ വാലിയൊക്കെ, അതായത് മോഡേൺ UP ആ ഒരു റീജിയൻ. ഓക്കെ, മിഡിൽ ഗംഗ വാലി ആ ഒരു റീജിയൻ എന്തായിരുന്നു അവർ ഭരിച്ചിരുന്നത്. പ്രധാന ഏത് ടൈമിലായിരുന്നു 6th സെഞ്ച്വറിയിലായിരുന്നു. 6th സെഞ്ച്വറിയിലാണ് ഈ മൗഖാരിസ് ഓഫ് കനൗജ് അവരെന്തായിരുന്നു ഭരിച്ചിരുന്നത്. മിഡിൽ ഗംഗ റീജിയൻ ആയിരുന്നു, അതായത് നമ്മളിപ്പോഴത്തെ മോഡേൺ ഉത്തർപ്രദേശൊക്കെ വരുന്ന റീജിയൻ. ദെൻ അടുത്ത വരുന്നതാണ് യാദവാസ് ഓഫ് ദേവഗിരി. അവരെന്താണ് ഡെക്കാൻ റീജിയനിലായിരുന്നു, അതായത് ഇപ്പോഴത്തെ നമ്മുടെ മഹാരാഷ്ട്ര, പ്രസൻറ്റ് മഹാരാഷ്ട്ര വരുന്ന റീജിയനാണ്. അത് ഏത് ടൈം പീരീഡിലായിരുന്നു 12th to 14th ആയിരുന്നു. 12th to 14th ആയിരുന്നു. ദെൻ ലാസ്റ്റ് വരുന്ന ഏതാണ് മൈത്രേയാസ് ഓഫ് വല്ലഭിയാണ്. അത് അവർ പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ഗുജറാത്ത് റീജിയൻ, ഇപ്പോഴത്തെ ഗുജറാത്ത് റീജിയൻ, അത് അന്ന് സൗരാഷ്ട്രയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഗുജറാത്താണ്. അപ്പോൾ ഭരിച്ചിരുന്ന ഏതാണ് 5th century to 8th century. ഓക്കെ, 5th centuryക്കും 8th centuryക്കും ഇടയ്ക്ക് എന്ത് അവർ ആ റീജിയൻ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് എന്താണ് 6th നും 7th നും 6th centuryക്കും 7th centuryക്കും ഇടയ്ക്ക് വന്നവരാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഗുപ്താസ് ഓഫ് മഗധ, ദെൻ പുഷ്യഭൂതി ഓഫ് തനേശ്വർ, മൗഖാരിസ് ഓഫ് കനൗജ്, ദെൻ ഫൈനലി മൈത്രേയാസ് ഓഫ് വല്ലഭി. ഇവരാണ് എന്ത് ഈ ഒരു ടൈം പീരീഡിൽ ഗുപ്താസിൻ്റെ ഡിക്ലൈനിലും അതുപോലെ തന്നെ ഹർഷാസിൻ്റെ റൈസിനും ഇതിനിടയ്ക്ക് ഭരിച്ചിരുന്ന ഡൈനസ്റ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 and 6 ആയിരിക്കും. ഓക്കെ, നമുക്ക് അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ അവരുടെ ഒരു ടൈം പീരീഡ്, എല്ലാ ഡൈനസ്റ്റിയുടെയും ടൈം പീരീഡ് അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് നമുക്ക് ഏകദേശം അത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. 35. According to Portuguese writer Nunes, the women in Vijayanagara Empire were expert in which of the following areas? അപ്പോൾ വിജയനഗര എംപയറിലെ വുമൻസ് ഏതൊക്കെ ഏരിയസിലായിരുന്നു എക്സ്പേർട്ട് ആയിരുന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. കാരണം എന്താണ് വിജയനഗര എംപയറിൽ വുമൻസ് എന്ന് പറയുന്നത് അവർ ഒരുവിധപ്പെട്ട എല്ലാ മേഖലകളിലും അവരുടെ ആ ഒരു കഴിവ് പങ്കുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിവ് കാഴ്ച വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ റെസ്ലിംഗ് ആയാലും അസ്ട്രോളജി ആയാലും അക്കൗണ്ടിങ് ആയാലും സൂട്ട്സേയിങ് ആയാലും ഇതിലെല്ലാം എന്താണ് അവരുടെ ഒരു കഴിവ് എന്താണ് വിജയനഗര എംപയറിലെ വുമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം വിജയനഗര എംപയർ എന്ന് വെച്ചാൽ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു എംപയർ ആയിരുന്നു ആ ടൈമിൽ. സോ ആൻസർ അപ്പോൾ വരുന്നത് ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം എന്താണ് ശരിയായിട്ടുള്ള ആൻസറാണ്. ഓക്കെ, അപ്പോൾ ഫെർണാവോ നൂയിസ് അല്ലെങ്കിൽ നൂയിസ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് റൈറ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു 16th century ടൈമിലാണ് വിജയനഗര വിസിറ്റ് ചെയ്തത്. 16th centuryയിലാണിത് വിജയനഗര വിസിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് എന്താണ് വുമൻസ് എന്തായിരിക്കും റെസ്ലേഴ്സ് ആയിരുന്നു. റെസ്ലേഴ്സ് മേ ബി ഈവൻ എന്താണ് അവർ സർവീസസ് ബോഡി ഗാർഡ്സ്. ഓക്കെ, അപ്പോൾ ചില വുമൻസ് എന്താണ് ബോഡി ഗാർഡ്സ് ആയിട്ട് വരെ എന്താണ് സെർവ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ റെസ്ലേഴ്സാണ്, അതുകൊണ്ട് എന്താണ് ഓഫൻ ദേ സെർവ്ഡ് ആസ് ദ ബോഡി ഗാർഡ്സ്. ഓക്കെ, അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. ദെൻ അസ്ട്രോളജിയുടെ കാര്യത്തിലായാലും എന്തായിരുന്നു അവർക്ക് സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെയൊക്കെ എന്താണ് നോക്കുന്നത്, അതിനെ ഒബ്സർവേഷൻ ചെയ്യുന്നത്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിനൊക്കെ എന്തായിരുന്നു അവർ ഇമ്പോർട്ടൻസ് കാണിച്ചിരുന്നു. അതുപോലെ അക്കൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും റോയൽ എക്സ്പെൻഡിച്ചർ കാര്യങ്ങളൊക്കെ അവരെന്താണ് വുമൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സൂട്ട്സേയിങ് അവരെന്താണ് ഈ ഫ്യൂച്ചറിലെ ഇവൻറ്റ്സൊക്കെ എന്താണ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ റോയൽ കോർട്സിലായാലും എന്താണ് അല്ലാതെ പുറത്തൊക്കെ ആയാലും എന്താണ് ഫ്യൂച്ചർ ഇവൻറ്റ്സൊക്കെ പ്രഡിക്റ്റ് ചെയ്യാനും അതെന്തായിരുന്നു ആളുകളിലോട് പങ്കുവയ്ക്കാനൊക്കെ ഉള്ള ആ ഒരു കഴിവ് എന്തായിരുന്നു അവർക്കുണ്ടായിരുന്നു. സോ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 and 4 ആണ്. എല്ലാ മേഖലയിലും എന്തായിരുന്നു വിജയനഗര സ്ത്രീകൾ അല്ലെങ്കിൽ വിജയനഗര എംപയറിലെ വുമൻസ് എക്സ്പേർട്ട് ആയിരുന്നു. ഓക്കെ, സോ അതാണ് 35th ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 36. With reference to Madanapalli of Andhra Pradesh, which one of the following statement is correct? Pingali Venkaiah designed the tricolor international flag here. Pattabhi Siddharamaiah led the Quit India movement of Andhra region from here. Rabindranath Tagore translated the national anthem from Bengali to English here. Madam Blavatsky and Colonel Olcott set up headquarters of Theosophical Society first here. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മദൻപള്ളി ഓഫ് ആന്ധ്രാപ്രദേശിലെ മദൻപള്ളി ആ ഒരു പ്ലേസിനെ വെച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അഗെയിൻ ഫാക്റ്റാണ്. ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ട്രാൻസ്ലേറ്റഡ് നാഷണൽ ആന്തം ഫ്രം ബംഗാളി ടു ഇംഗ്ലീഷ് ഇയർ. ഓക്കെ, 1919
ഫെബ്രുവരിയിലാണെന്ത് ടാഗോർ ഇവിടുത്തെ എന്താണ് തിയോസഫിക്കൽ കോളേജ്, മദൻപള്ളിയിലെ തിയോസഫിക്കൽ കോളേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ. സോ ആ ടൈമിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേയുടെ ടൈമിൽ എന്ത് ചെയ്തു, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആന്തം, അതായത് നമ്മുടെ ജനഗണമന എന്ത് ചെയ്തു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു? ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനൊരു പേരും ഉണ്ടായിരുന്നു, അന്നൊരു പേര് കൊടുത്തു, ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് അതിന് പേരും കൊടുത്തു. ഓക്കെ, സോ ബംഗാളിൽ നിന്ന് അതിന് എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആൻഡ് ആൾസോ ഹി ഗേവ് എ നെയിം, ദാറ്റ് ഈസ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് എന്താണ്, അതിനൊരു പേരും കൊടുത്തു. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ട്രാൻസ്ലേറ്റഡ് ദ നാഷണൽ ആന്തം ഫ്രം ബംഗാളി ടു ഇംഗ്ലീഷ് ഹിയർ. ഓക്കെ, ഇനി പിംഗലി വെങ്കയ്യ എന്താണ്, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിൻ ട്രൈ കളറൊക്കെ എന്താണ് ഡിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ആർക്കാണ് കൊടുത്തത്? അദ്ദേഹം അത് ഗാന്ധിജിക്ക് കൊടുത്തത്. അത് INC സെഷനിൽ വെച്ചായിരുന്നു. ഏത് INC സെഷനായിരുന്നു? 1921 വിജയവാഡ. ഓക്കെ, വിജയവാഡ INC സെഷനിൽ വെച്ചായിരുന്നു വെങ്കയ്യ എന്താണ് ഇന്ത്യൻ ഫ്ലാഗ് ഗാന്ധിജിക്ക് കൊടുത്തത്. ദെൻ പിന്നെ പറയുന്നത് പട്ടാഭി സീതാരാമയ്യ ലെഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഓഫ് ആന്ധ്ര റീജിയൻ ഫ്രം ഹിയർ. ഓക്കെ, കാരണം എന്താണ്, അത് ഹിസ്റ്റോറിക്കലി എന്താണ് അദ്ദേഹം അങ്ങനെ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലീഡ് ചെയ്തതായിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മദനപ്പള്ളിയിൽ നിന്ന് എന്താണ് ലീഡ് ചെയ്തതായിട്ട് ഒരു അറിവുമില്ല. ഓക്കെ, സോ അത് നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാം. ദെൻ പറയുന്നത് എന്താണ്, മാഡം ബ്ലാവ്സ്കി ആൻഡ് കേണൽ ഓൾസ്കോട്ട് സെറ്റപ്പ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ദ തിയോസഫിക്കൽ സൊസൈറ്റി ഫസ്റ്റ് ഹിയർ. അത് പക്ഷേ ഇവിടെയല്ല. പ്രധാനമായിട്ടും തിയോസഫിക്കൽ സൊസൈറ്റി എവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? അടയാറായിരുന്നു. ഓക്കെ, അതായത് നമ്മുടെ മദ്രാസ്, അന്നത്തെ മദ്രാസ്, ഇപ്പോഴത്തെ ചെന്നൈ. അപ്പോൾ അടയാറിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതും ഏത് വർഷമായിരുന്നു? 1882 എന്ത് അടയാറിൽ അല്ലെങ്കിൽ എന്താണ് മദ്രാസിൽ സ്റ്റാർട്ട് ചെയ്തത്? ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ അത് 1882 അടയാറിലായിരുന്നു, മദനപ്പള്ളിയിൽ അല്ലായിരുന്നു. സോ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് നമ്മുടെ ദേശീയ ഗാനം ഏതിലേക്ക്? ബംഗാളിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിന് കൊടുക്കുന്ന പേരാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 36. നെക്സ്റ്റ് 37. കൺസിഡർ ദ ഫോളോയിങ് പ്ലേസ്, ഹിസ്റ്റോറിക്കൽ പ്ലേസ് വെൽ നോൺ ഫോർ: ബുർസാഹോം റോക്കറ്റ് സയൻസ്, ചന്ദ്രകേതുഗ ടെറാക്കോട്ട ആർട്ട്, ഗണേശ്വർ കോപ്പർ ആർട്ട് ഫാക്ട്സ്. വിച്ച് ഓഫ് ദ പേഴ്സ് ഗിവൻ എബോ ഈസ് ഓർ കറക്റ്റ് മാച്ച്ഡ്? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? എഗെയിൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് കറക്റ്റ് മാച്ച് ചെയ്യുന്നത്? ഒന്നൊഴിച്ച് ബാക്കി രണ്ടും, അതായത് 2 and 3. ഓക്കെ, രണ്ടാമത്തെ 2ഉം 3ഉം എന്താണ് കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബുർസാഹോമിൽ എന്താണ് റോക്കറ്റ് സയൻസ് വരുന്നില്ല. ബുർസാഹോം എന്ന് വെച്ചാൽ നമുക്കറിയാം അതൊരു നിയോളിത്തിക് സൈറ്റാണ് ബുർസാഹോം എന്ന് പറഞ്ഞാൽ. എന്തിനൊക്കെയായിരുന്നു അത് ഫേമസ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും പിറ്റ് ഡ്വെല്ലിംഗ്, ദെൻ സ്റ്റോൺ ടൂൾസ്, അതുപോലെ യൂണിക് ബറിയൽ പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയായിരുന്നു എന്ന് പറയുന്നത് ബുർസാഹോം ഫേമസ് ആയിരുന്നത്, അല്ലാതെ റോക്കറ്റ് സയൻസിനായിരുന്നില്ല. ഓക്കെ, പ്രധാനമായിട്ടും പിറ്റ് ഡ്വെല്ലിംഗ്, ദെൻ സ്റ്റോൺ ടൂൾസ്, യൂണിക് ബറിയൽ പ്രാക്ടീസ്, ഇതിനൊക്കെയായിരുന്നു ഈ ബുർസാഹോം ഫേമസ് ആയിരുന്നത്. ഇനി ചന്ദ്രകേതുകാരിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അത് ടെറാക്കോട്ട ആർട്ടായിരുന്നു. ഇനി എവിടെയായിരുന്നു നമ്മുടെ ബുർസാഹോം സ്ഥിതി ചെയ്യുന്നത്? കാശ്മീർ വാലിയിലായിരുന്നേ. കാശ്മീർ വാലിയാണ്. നെക്സ്റ്റ് ചന്ദ്രകേതുഗ് കൂടെ ആയിട്ട് ചെയ്താൽ അതെവിടെയാണ്? വെസ്റ്റ് ബംഗാളിലൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് എന്ന് പറയുന്നത് ചന്ദ്രകേതുഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്താണ് അവിടെ നിന്ന് നമ്മുടെ മൗര്യൻ പീരീഡിലും ചുങ്കാ പീരീഡിലുള്ള ഒരുപാട് ടെറാക്കോട്ട ആർട്ട് കിട്ടിയിട്ടുണ്ട്. മൗര്യൻ പീരീഡിലും അതുപോലെ ശുങ്കാ പീരീഡിലുള്ള ഒരുപാട് ടെറാക്കോട്ട ആർട്സ് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു ചന്ദ്രകേതുർഗ അല്ലെങ്കിൽ എന്താണ് വെസ്റ്റ് ബംഗാളിലെ ഈ ഒരു പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ പറയുന്നത് എന്താണ്? മൂന്നാമത്തത് ഗണേശ്വരാണ് പറയുന്നത്. അത് പ്രധാനമായിട്ടും എന്താണ് കോപ്പർ ആർട്ട് ഫാക്ട്സിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഗണേശ്വരം എന്ന് പറയുമ്പോൾ രാജസ്ഥാനിൽ, നമ്മൾ പ്രസൻറ്റ് ഡേ രാജസ്ഥാനിലെ പ്ലേസാണ്. ഗണേശ്വർ വരുന്നത് രാജസ്ഥാനിലാണ്. പ്രധാനമായിട്ടും എന്താണ് ഈ ഗണേശ്വർ ജോധ്പൂർ കൾച്ചർ എന്ന് പറഞ്ഞൊരു കൾച്ചറുണ്ട്. ഗണേശ്വർ ജോധ്പൂർ കൾച്ചർ. ഓക്കെ,
സോ ഈ ഗണേഷ് ജോധ്പൂർ കൾച്ചർ എന്താണ് പ്രധാനമായിട്ട് ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് കോപ്പർ ആർട്ടിഫാക്ട്സ് അതിനെ പറ്റിയാണ് എന്ത് ഈ ഒരു കൾച്ചറിൽ പറയുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2 and 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഒന്നാമത്തെ ബുർസാഹോ എന്ന് പറയുന്നത് എന്താണ്? അതൊരു നിയോളിത്തിക് സൈറ്റാണ്. അതുകൊണ്ട് അവിടെ നിന്ന് എന്താണ് പിറ്റ് ഡ്വെല്ലിങ്സ്, സ്റ്റോൺ ടൂൾസ്, യുണീക്ക് ബറിയൽ പ്രാക്ടീസസ് ഇതൊക്കെ മാത്രമാണ് അവിടെ നിന്ന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 38. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. It was during the region of Iltutmish that Genghis Khan reached the Indus in pursuit of the fugitive Khwarezm prince. Second statement, it was during the region of Muhammad bin Tughlaq that Taimur occupied Multan and crossed the Indus. Third statement, it was during the region of Devaraya to Vijayanagara Empire that Vasco da Gama reached the coast of Kerala. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 38 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി, ബാക്കി രണ്ടും എന്താണ്? തെറ്റാണ്. അഗെയിൻ ഫാക്റ്റാണ്, നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റീജിയൻ ഓഫ് ഇൽത്തുമിഷ് ദാറ്റ് ചെങ്കിസ് ഖാൻ റീച്ച് ദ ഇൻഡസ് ഇൻ പർസ്യൂട്ട് ഓഫ് ദ ഫുജിറ്റീവ് ഖ്വാറേസം പ്രിൻസ്. ഓക്കെ, കാരണം 1221 ടൈം പീരീഡിൽ ഓക്കെ മംഗോൾ ലീഡറായിരുന്നു ചെങ്കിസ് ഖാൻ. നമുക്കറിയാം ചെങ്കിസ് ഖാൻ എന്താണ്? മംഗോൾ ലീഡറാണ്. ഓക്കെ, മംഗോൾ ലീഡറാണ് ചെങ്കിസ് ഖാൻ. സോ അദ്ദേഹം എന്താണ് ഇൻഡസിൻ്റെ റീജിയൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ആരെ ഓട്ടിച്ചിട്ട് അല്ലെ ആരുടെ പിന്നാലെ വന്നിട്ട്? ഖ്വാറസം പ്രിൻസുമായിട്ട് വന്നിട്ട് അദ്ദേഹം ഇൻഡസിൻ്റെ തീരത്തെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഈ പ്രിൻസ് ഇൽത്തുമിഷ്, സുൽത്താൻ ഓഫ് ഇൽത്തുമിഷ്, ഓക്കെ, അതായത് ആ ടൈമിൽ നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് എന്താണ്? ഇൽത്തുമിഷ് ആയിരുന്നു. സോ അദ്ദേഹത്തോട് വന്ന് എന്ത് ചെയ്തു? ഒരു അഭയം ചോദിച്ചു. പക്ഷേ എന്താണ് ഡിപ്ലോമാറ്റിക്കലി ഇൽത്തുമിഷ് എന്താണ് അദ്ദേഹത്തിന് അഭയം കൊടുത്തില്ല. ഓക്കെ, ഡിപ്ലോമാറ്റിക്കലി എന്ത് ചെയ്തത്? അദ്ദേഹം ഇന്ത്യയെ സേവ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അഭയം കൊടുത്തുന്നത് ചെങ്കിസ് ഖാൻ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ വരുന്നിരുന്നത്. സോ എന്ത് ചെയ്തു? സോ ഇൽത്തുമിഷ് സുൽത്താൻ ഓഫ് ഡൽഹി സേവ്ഡ് ഇന്ത്യ ഫ്രം പൊട്ടൻഷ്യലി മംഗോൾ ഇൻവെൻഷൻ. ഓക്കെ, ബൈ ഡിപ്ലോമാറ്റിക്കലി റിക്വസ്റ്റിംഗ് ദ പ്രിൻസ് ഡിപ്ലോമാറ്റിക്കലി റെഫ്യൂസിങ് ദ പ്രിൻസ് റിക്വസ്റ്റ്. ഓക്കെ, ആ പ്രിൻസിൻ്റെ റിക്വസ്റ്റ് എന്താണ്? ഡിപ്ലോമാറ്റിക്കായിട്ട് പുള്ളി എന്താണ് ഇത് ചെയ്തു, റെഫ്യൂസ് ചെയ്തു. സോ അതുകൊണ്ട് എന്താണ് ഇന്ത്യയിലേക്ക് ചെങ്കിസ് ഖാൻ വന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് പറയുന്നത് ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക് ദാറ്റ് തൈമൂർ ഒക്കുപ്പൈഡ് മുൾട്ടാൻ ആൻഡ് ക്രോസ്ഡ് ദ ഇൻഡസ്. ഓക്കെ, അതായത് തൈമൂർ ഇന്ത്യ ഇൻവേഡ് ചെയ്ത ഏത് ടൈമിലാണ്? 1398 പീരീഡിലാണ്. സോ ആ ടൈമിൽ ഇവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് അല്ല, പകരം ആരായിരുന്നു? നാസിർ ഉദ്ദീൻ മുഹമ്മദ് ഷാ തുഗ്ലക് ആയിരുന്നു. ഓക്കെ, അപ്പം നാസിറുദ്ദീൻ മുഹമ്മദ് ഷാ തുഗ്ലക് ആയിരുന്നു എന്ത് ആ ടൈമിൽ ഇന്ത്യയുടെ തുഗ്ലക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് 1938. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഈ തിമൂർ ഇൻവേഡ് ചെയ്തത്? തിമൂറിൻ്റെ പീരീഡും അതുപോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പീരീഡ് വരുമ്പോൾ 1325 തൊട്ടാണ് വരുന്നത്. അതേ ഇരുന്നത് 1351 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് എന്താണ്? തൈമൂർ വരുന്ന ഏത് ടൈമിലാണ്? 1398 പീരീഡിലാണ്. സോ ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്ത് തൈമൂർ വരുന്നത്. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത് തൈമൂർ വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. Then it was during the region of Devaraya II of Vijayanagara Empire that Vasco da Gama reached the coast of Kerala. അപ്പോൾ ദേവരായ 2ൻ്റെ പീരീഡിലാണ് എന്ത് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയെന്നാണ്, കേരളത്തിൽ വന്നതെന്നാണ് പറയുന്നത്. വിജയനഗര എംപയറിൻ്റെ റൂളറായ ദേവരായ 2ൻ്റെ പീരീഡിലാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവരായ 2ൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1422 മുതൽ 1446 വരെയാണ്. നമുക്കറിയാം വാസ്കോ ഡ ഗാമ കേരളത്തിൽ ഫസ്റ്റ് വന്ന ഏത് ടൈമിലാണ്? 1498 സോ അതിൽ നിന്ന് എന്താണ് ഡിഫറൻസ് മനസ്സിലാവും. കാരണം 4046 ആയപ്പോഴത്തേക്കും എന്താണ് ദേവരായ സെക്കൻഡ് ടൈം പീരീഡ് കഴിഞ്ഞു. സോ അതുകൊണ്ട് എന്താണ് അതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ വാസ്കോ ഡ ഗാമ വന്ന ടൈമിൽ വിജയനഗര റൂൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇമ്മാടി നരസിംഹറായയാണ്. സോ ഹി ബിലോങ്സ് ടു സുളുവ ഡൈനസ്റ്റി. ഓക്കെ, വിജയനഗരത്തിൽ തന്നെ നമുക്ക് 4 ഡൈനസ്റ്റീസ് വീണ്ടും എക്സ്ട്രാ വരുന്നുണ്ട്. സോ അതിലെന്താണ് ഇമ്മാടി നരസിംഹരായാണ് വരുന്നത്. അദ്ദേഹം സുളുവ ഡൈനസ്റ്റിയുടെ ആയിരുന്നു. 1498 അദ്ദേഹമാണ് എന്ത് റൂൾ ചെയ്തിരുന്നത് വിജയനഗര എംപയർ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. 1 ഓൺലി ആയിരിക്കും. അതാണ് 38. ഇനി 39. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ വാസ് വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ദ ജെസ്യൂട്ട് ഓർഡർ.
Statement 2. St. Francis Xavier died in Goa and a church is dedicated to him there. Third statement. The feast of St. Francis Xavier is celebrated in Goa each year. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? എഗെയിൻ ഇതെല്ലാം ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 and 3 ഓൺലി ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ് വരുന്നത്. കാരണം അദ്ദേഹം ഗോവയിലാണ് ഡൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അദ്ദേഹം ഡൈ ചെയ്ത് എവിടെയാണ്? ഗോവയിലല്ല, അത് ഷാങ്ചുവാൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് കോസ്റ്റിലാണ്. ഷാങ്ചുവാൻ ഐലൻഡാണ്. അതെന്താണ്? ഒരു ചൈനയുടെ ഒരു കോസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, 1552 അദ്ദേഹം എന്താണ് മരിച്ചത്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ വാസ് വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ദ ജെസ്യൂട്ട് ഓർഡർ. ഓക്കെ, അപ്പോൾ ജെസ്യൂട്ട് ഓർഡറിൽ 7 ഫൗണ്ടിങ് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിലൊരാളായിരുന്നു ഏതെന്ന് പറയുന്നത്? സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്നത്. സെക്കൻഡ്, സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഡൈഡ് ഇൻ ഗോവ അല്ലായിരുന്നു, പകരം എവിടെയാണ്? സാങ്ച്വൻ ഐലൻഡ് ആയിരുന്നു. അതൊരു ചൈനയുടെ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. 1552 മരിച്ചത്. Then the feast of St. Francis Xavier is celebrated in Goa each year. അതായത് December 3 എല്ലാ വർഷവും എന്താണ്? December 3 എന്താണ്? അവിടെ ഒരു ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആർക്ക് വേണ്ടിയാണ്? സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, സോ അതും എന്താണ്? ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 1 and 3 ഓൺലി ആയിരിക്കും. Then 40. With reference to the history of ancient India, which of the following statement is or are correct? Midakshara was the civil law for upper caste and Dayabhaga was the civil law for lower caste. In the Midakshara system, son can claim a right to property during the lifetime of the father, whereas the Dayabhaga system, it is only after the death of the father that the sons can claim a right to property. Next, third statement. The Midakshara system deals with the matters related to property held by male members only of a family, whereas the Dayabhaga system deals with the matters related to the property held by both the male and female members of a family. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എഗെയിൻ കുറച്ച് ഫാക്ട്സ് ആണ്, നമുക്ക് അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി മാത്രമാണ്. 2 ഓൺലി മാത്രമാണ്. ബാക്കി 1ഉം 3ഉം എന്താണ്? റോങ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? മിതാക്ഷര വാസ് എ സിവിൽ ലോ ഫോർ അപ്പർ കാസ്റ്റ് ആൻഡ് ദയാഭാഗ വാസ് എ സിവിൽ ലോ ഫോർ ലോവർ കാസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മിതാക്ഷരയും അതുപോലെ എന്താണ് ദയാഭാഗയും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, ഇവിടെ പറയുന്ന അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും എന്ന് പറയുന്നത് ഇത് പക്ഷേ എന്താണ്? കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ല, ഇത് റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, മിതാക്ഷ എന്ന് പറഞ്ഞാൽ ഫോളോഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ഇന്ത്യയാണ് മിതാക്ഷ വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ഇന്ത്യ. ഇനി ദയാഭാഗ്യം എന്ന് വെച്ചാലോ, അത് പ്രധാനമായിട്ടും നമ്മുടെ ബംഗാളും അതുപോലെ എന്താണ് പാർട്സ് ഓഫ് ആസാം, ആ റീജിയനാണ് വരുന്നത്. സോ ഇതെന്താണ് ഇവിടെ പറയുന്നത് എന്താണ്? ഇത് രണ്ടും കാസ്റ്റ് ബേസ്ഡ് ആയിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇത് കാസ്റ്റ് ബേസ്ഡ് അല്ല, ഇതെന്താണ്? റീജിയൻ ബേസ്ഡ് ആണ്. ഓക്കെ, രണ്ടും റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് മിതാക്ഷര സിസ്റ്റം ദ സൺ ക്യാൻ ക്ലെയിം റൈറ്റ് ടു പ്രോപ്പർട്ടി ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ ഫാദർ. ഓക്കെ, മിതാക്ഷര സിസ്റ്റത്തിൽ എന്താണ്? സണ്ണിന് ആ ഫാദർ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? പ്രോപ്പർട്ടി ബൈ ബർത്താണ് അവിടെ. ഓക്കെ, പ്രോപ്പർട്ടി ബൈ ബർത്താണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്താണ്? അത് ഫാദറിൻ്റെ ലൈഫ് ടൈമിൽ തന്നെ എന്താണ്? പാർട്ടീഷന് വേണ്ടി പറയാനായിട്ട് പറ്റും. ബട്ട് in the Dayabhaga system, it is only after the death of the father that the sons can claim right to the property. അതായത് ദയാഭാഗ സിസ്റ്റത്തിൽ നിന്നാണ് ഫാദർ മരിച്ചാൽ മാത്രമേ സണ്ണിന് ആ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താണ്? പ്രോപ്പർട്ടി എന്താണ്? റൈറ്റ് ബൈ ബർത്ത് അല്ല. ഓക്കെ, നോ റൈറ്റ് ബൈ ബർത്ത് അവിടെ. സോ അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളത്. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? മിതാക്ഷര സിസ്റ്റം ഡീൽസ് വിത്ത് ദ മാറ്റേഴ്സ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടി ഹെൽഡ് ബൈ മെയിൽ മെമ്പേഴ്സ് ഓൺലി. ദെൻ ദയാഭാഗയാണെങ്കിൽ ബോത്ത് മെയിലും ഫീമെയിലും വരുന്നത്. പക്ഷേ എന്താണ്? ബോത്ത് സിസ്റ്റം ഇപ്പോൾ എന്താണ്? മിതാക്ഷര സിസ്റ്റം ആയാലും ദയാഭാഗ സിസ്റ്റം ആയാലും രണ്ടിലും എന്താണ്? ബോത്ത് മെൻ ആൻഡ് വുമൺ എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി 2 ഓൺലി മാത്രമായിരിക്കും. ഓക്കെ, അതാണ് 40ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 41. വിത്ത് റെഫറൻസ് ടു ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ, ഭാവഭൂതി, അസ്ഥിമല്ല ആൻഡ് ക്ഷേമേശ്വര were famous for Jain monks, playwrights, temple architects, philosophers. നമുക്കിൽ ഒരാളെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആരാണ്? ഭാവഭൂതി. നമ്മളെന്താണ്? നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ്. കാരണം എന്താണ്? പ്ലേ റൈറ്റ്സ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ഭാവഭൂതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാവഭൂതി, അസ്ഥിമല്ല ആൻഡ്
ക്ഷേമേശ്വര, ഇവർ 3 പേരും എന്താണ് പ്ലേ റൈറ്റ്സ് ആയിരുന്നു. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് വരുന്നത്, പ്ലേ റൈറ്റ്സ് ആയിരുന്നു. ഓക്കെ, അപ്പം ഭാവഭൂതി വരുമ്പോൾ ഏത് സെഞ്ചുറിയാണ്? 8th സെഞ്ചുറിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് പ്ലേസ് ഏതൊക്കെയായിരുന്നു? മാലതി മാധവ, മഹാവീരചരിത, അതുപോലെ ഉത്തര രാമചരിത. ഓക്കെ, സോ ഇതെല്ലാം എന്താണ് ഭാവഭൂതിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഹസ്തിമല്ല. ഹസ്തിമല്ല ടൈം പീരീഡ് വരുന്ന 13th സെഞ്ചുറി ആയിരുന്നു. പ്രധാനമായിട്ട് ഹൊയ്സല എംപയറിലായിരുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഹൊയ്സല എംപയർ, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്ലേസ് ഏതൊക്കെയായിരുന്നു? വിക്രാന്ത കൗരക, ദെൻ മൈഥിലി കല്യാണ. ഓക്കെ, വിക്രാന്ത കൗരക, അതുപോലെ എന്താണ് മൈഥിലി കല്യാണം ആര് ഹസ്തിനമല്ലയുടെ പ്രധാനപ്പെട്ട പ്ലേസ് എന്ന് പറയുന്നത്. ഇനി അവസാനം പറയുന്നത് ഏതാണ്? ക്ഷേമേശ്വരയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ ആണ് ഏതെന്ന് പറയുന്നത്? ചന്ദ കൗശികയാണ് ക്ഷേമേശ്വരയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഭാവഭൂതി, ഹസ്തിനമല്ലയാലും ക്ഷേമേശ്വരി, ഇവർ 3 പേരും എന്താണ് മേജർ പ്ലേ റൈറ്റ്സ് ആയിരുന്നു. ഓക്കെ, ജെയിൻ മോങ്സോ ടെമ്പിൾ ആർക്കിടെക്ട്സോ അല്ലെങ്കിൽ ഫിലോസഫേഴ്സോ ആയിരുന്നില്ല. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, പ്ലേ റൈറ്റ്സ് ആണ്. നെക്സ്റ്റ് 42. Consider the following statements. The Monday-Chelford reforms of 1918 recommended granting voting rights to all the women above the age of 21. Second one, the Government of India Act 1935 gave women reserved seats in legislature. നമുക്കറിയാവുന്ന കാര്യമാണ് 1990 മൊണ്ടേ-ചെൽഫോം റിഫോംസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1939 എന്ന് അറിയപ്പെടുന്നുണ്ട്. സോ അതെന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? റെക്കമെൻഡഡ് ഗ്രാൻഡിങ് വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ ദ വുമൺ എബോവ് ദ ഏജ് ഓഫ് 21. ഓക്കെ, നമുക്ക് പറയാം അറിയാവുന്ന കാര്യമാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അത് എന്താണ് ഈ ഒരു ടൈം പീരീഡിലൊന്നും നമ്മൾ ഡിസ്കസ് പോലും ചെയ്യില്ല. കൊളോണിയൽ ഇന്ത്യയുടെ ടൈം പീരീഡിൽ എന്താണ് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ്സ് എന്നുള്ള കാര്യം എന്താണ് ഡിസ്കസ് പോലും ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ തന്നെ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം എന്താണ് മൊണ്ടേ-ചെൽഫോം റിഫോംസ് ഓഫ് 1990 റെക്കമെൻഡഡ് ഗ്രാൻഡിങ് വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ ദ വുമൺ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ വുമണും കൂടെ ആയ പിന്നെ എന്താണ് അവിടെ ഓൾറെഡി യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്താണ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെന്താണ് നമ്മുടെ ഈ കൊളോണിയൽ ഇന്ത്യയുടെ പീരീഡിൽ എന്താണ് നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് പോലും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്താണ് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോലും ഇല്ല. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? The Government of India Act of 1935 gave women reserved seats in legislature. ഇതെന്താണ് ശരിയായിട്ടുള്ള സംഭവമാണ്. കാരണം എന്താണ് റിസർവ്ഡ് സീറ്റ്സ് വുമൻസിന് എന്താണ് ഫെഡറലായാലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ ആയാലും ഓക്കെ ബോത്ത് ഫെഡറൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ. ഓക്കെ, ഫെഡറൽ ലെജിസ്ലേച്ചറിലും അതുപോലെ എന്താണ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലും വുമൻസിന് എന്താണ് റിസർവേഷൻ കൊടുത്തു. അതെന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കാരണമായിരുന്നു. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി ആയിരിക്കും. അപ്പോൾ മൊണ്ടേ-ചെൽഫോം റിഫോംസ് അതായത് 1990 അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 അതുപോലെ 1935 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതിൽ വന്ന കാര്യങ്ങൾ മാറ്റങ്ങൾ എന്തൊക്കെ ചേഞ്ചുകളൊക്കെയാണ് ഉണ്ടായത്, എന്തൊക്കെയാണ് അതിൽ പ്രപ്പോസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതാണ് 42. അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് വരുന്നത്, 2 ഓൺലി ആയിരിക്കും. With reference to 8th August 1942 in the Indian history, which of the following statement is correct? The Quit India Resolution was adopted by AICC. The Viceroy's Executive Council was expanded to include more Indians. The Congress ministers resigned in 7 provinces. Cripps proposed an Indian Union with full dominion status once the Second World War was over. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടില്ലെന്ന് ചോദിച്ചിരുന്നത്? നമുക്കറിയാം 1942 കാണുമ്പോൾ തന്നെ ഏതുമായിട്ട് റിലേറ്റ് ആയിട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. എസ്പെഷ്യലി ദ ഡേറ്റ് 8th August 1942. ഏതാണ്? ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് അഡോപ്റ്റഡ് ബൈ AICC. ഓക്കെ, AICC ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഏത് ടൈമിലാണ്? 8th August 1942. ഓക്കെ, സോ അതാണ് ഇത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്.
വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ വാസ് എക്സ്പാൻഡഡ് ടു ഇൻക്ലൂഡ് മോർ ഇന്ത്യൻസ്. അത് ഏത് ടൈമിലാണ് വരുന്നത്? അത് 1941 വരുന്നത്. 1941 ജൂലൈയിലാണ് ഇത് വരുന്നത്. ദെൻ കോൺഗ്രസ് മിനിസ്റ്റേഴ്സ് റിസൈൻ ആയത് അതെന്താണ് കുറച്ചും കൂടി മുന്നെയാണ്. കാരണം 1939 ടൈം പീരീഡിലാണ്. കാരണം എന്തുകൊണ്ടായിരുന്നു? അത് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ വന്നതിൻ്റെ ആ ഒരു ഔട്ട് ബ്രേക്കിലായിരുന്നു, വേൾഡ് വാർ സെക്കൻഡ് കാരണം. ദെൻ തേർഡ് ലാസ്റ്റ് വന്ന ക്രിപ്സ് പ്രപ്പോസ് ചെയ്യുന്നത് അതും 1942 ആണ്. ബട്ട് ഏത് മന്തായിരുന്നു? മാർച്ചിലായിരുന്നു. ഓക്കെ, ഓഗസ്റ്റിനൊക്കെ മുമ്പേ എന്താണ് ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ദി ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ദ AICC. അതാണ് ഇത് വരുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 44. Who among the following is associated with the songs from prison, a translation of ancient Indian religious lyrics in English? ആൻസർ ഓപ്ഷൻസ് വരുന്നത് ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. അപ്പോൾ ഇത് ആരാണ് സോങ്സ് ഫ്രം പ്രിസൺ? ഓക്കെ, അതായത് ആൻഷ്യൻ്റ് ഇന്ത്യൻ റിലീജിയസ് ലിറിക്സിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ആരാണ് ആൻസർ വരുന്നത്? എഗെയിൻ ഫാക്റ്റാണ്, അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ആരാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, കാരണം അതിനെന്താണ് അദ്ദേഹം എന്താണ് സാൻസ്ക്രിറ്റിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? സോങ്ങിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ അത് ഏത് ജയിലിലായിരുന്നു? 1930 ഗാന്ധിജി യാരാവാദ ജയിലിൽ ഉണ്ടായിരുന്ന ടൈമിലാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്തത്. 1930 യാരാവാദ ജയിലിലായിരുന്നു. അപ്പം എന്താണ് സാൻസ്ക്രിറ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് എന്താണ് ആൻഷ്യൻ്റ് ഇന്ത്യൻ റിലീജിയസ് മിത്സ് കാര്യങ്ങളൊക്കെ എന്താണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. സോ ആരായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായിരുന്നു. അതാണ് 44th ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 45. With reference to medieval India, which of the following is the correct sequence in ascending order in terms of size? Ascending order ആണ് ചോദിച്ചേക്കുന്നത്. പർഗാന, സർക്കാർ, സുബ, സർക്കാർ, പർഗാന, സുബ, സുബ, സർക്കാർ, പർഗാന, പർഗാന, സുബ, സർക്കാർ. അപ്പോൾ ഇത് ഏതായിരുന്നു അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഏതാണ്? പർഗാന പറയുന്നത്. പർഗാന എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സബ് ഡിസ്ട്രിക്ട് ലെവലാണ്. സബ് ഡിസ്ട്രിക്ട് ലെവൽ ഓഫ് യൂണിറ്റ് ആണ്. ഓക്കെ, അതായത് പ്രധാനമായിട്ടും എന്താണ്? ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്. ഇനി സർക്കാർ എന്ന് വെച്ചാൽ എന്താണ്? അത് ഡിസ്ട്രിക്ട് ലെവലാണ്. ഓക്കെ, അതായത് അവിടെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ പർഗാനാസ് ആയിരിക്കും. മൾട്ടിപ്പിൾ പർഗാനാസ്. ദെൻ സുബ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു പ്രൊവിൻഷ്യൽ യൂണിറ്റാണ്. പ്രൊവിൻഷ്യൽ യൂണിറ്റാണ് വരുന്നത്. അതായത് ഒരു ലാർജസ്റ്റ് ഡിവിഷനാണ്. പ്രൊവിൻഷ്യൽ യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലാർജസ്റ്റ് ഡിവിഷനാണ്. അവിടെ എന്തായിരിക്കും കൂടുതലുള്ളത്? സെവറൽ സർക്കാർസ്. ഓക്കെ, അപ്പോൾ പർഗാനാസ് എന്ന് വെച്ചാൽ സബ് ഡിസ്ട്രിക്ട് ലെവൽ യൂണിറ്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണ് അതിൽ വരുന്നത്. സെക്കൻഡ് വരുന്ന സർക്കാർ എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നതാണ്. അതിൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് പർഗാനാസ് ആണ് വരുന്നത്. ദെൻ ഫൈനൽ വരുന്നത് സുബയാണ്, പ്രൊവിൻഷ്യൽ യൂണിറ്റ് ആണ്. അത് കുറച്ചും കൂടി ലാർജസ്റ്റ് യൂണിറ്റ് ആണ്. അതിൽ വരുന്നത് എന്തായിരിക്കും? സെവറൽ സർക്കാർസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ സോ അഗെയിൻ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ ആയിരിക്കും? പർഗാന, സർക്കാർ, സുബ. ആ ഒരു റീജിയനിലായിരിക്കും ആൻസർ പോകുന്നത്. അപ്പോൾ പർഗാന, സർക്കാർ, സുബ, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, പർഗാന എന്ന് വെച്ചാൽ സബ് ഡിസ്ട്രിക്ട് ലെവലിൽ ദെൻ വില്ലേജസുള്ള കൂട്ടമായിരിക്കും. ദെൻ സർക്കാർ എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നു. പർഗാനാസിൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കും. ദെൻ സുബ വരുന്നു. സുബ എന്ന് വെച്ചാൽ പ്രൊവിൻഷ്യൽ യൂണിറ്റ് ആണ്, കുറച്ചും കൂടെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അത് വരുമ്പോൾ എന്താണ്? സർക്കാർസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പർഗാന, സർക്കാർ, സുബ. ഓക്കെ, നെക്സ്റ്റ്. Who among the following was associated as secretary with the Hindu female school which later came to be known as Bethune Female School? Annie Besant, രവീന്ദ്രനാഥ് ടാഗോർ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, സരോജിനി നായിഡു. അപ്പോൾ ഇത് ആരാണ് ഹിന്ദു ഫീമെയിൽ സ്കൂളിൻ്റെ സെക്രട്ടറി ആയിരുന്നത്? അത് പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബെത്തൂൺ ഫീമെയിൽ സ്കൂൾ എന്ന് അറിയപ്പെടുന്നു. ആരായിരുന്നു? അഗെയിൻ ഫാക്ച്വലാണ്. ആൻസർ പറയുന്നത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ് ആ ടൈമിൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നത്, സെക്രട്ടറി ഓഫ് ഹിന്ദു ഫീമെയിൽ സ്കൂൾ. ഓക്കെ, പിന്നീട് തന്നെ എന്താണ് ലേറ്റർ എന്നറിയപ്പെട്ട പേരാണ് ബെത്തൂൺ ഫീമെയിൽ സ്കൂൾ എന്ന് പറയുന്നത്. 1849 കൽക്കത്തയിലാണ് ഇത് സ്ഥാപിച്ചത്. ഓക്കെ, സോ ഇതായിരുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് സ്കൂൾ. ഫീമെയിൽസിൻ്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇന്ത്യയിലെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ഒരു ഹിന്ദു ഫീമെയിൽ സ്കൂളിനെ പറയാം. ഓക്കെ, ആ ടൈമിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജോൺ എലിയോട്ട് ഡ്രിങ്ക് വാട്ടർ
ബെതൂൺ. ഓക്കെ, ജോൺ എലിയോട്ട് ഡ്രിങ്ക് വാട്ടർ ബെതൂൺ ആയിരുന്നു എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടാണ് പിന്നീട് എന്തെന്നറിയപ്പെടുന്നത് ബെതൂൺ ഫീമെയിൽ സ്കൂൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു എന്ത് അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്, ഹിന്ദു ഫീമെയിൽ സ്കൂളിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 47. In the context of colonial India, Shah Nawaz Khan, Prem Kumar Sheghal, Gurbaksh Singh Dhillon are members as leaders of Swadeshi anti-boycott movement, members of the interim government of 1946, members of the drafting committee in the Constituent Assembly, officers of the Indian National Army. അതിൽ ഏതാണ് ഷാ നവാസ് ഖാൻ, അതുപോലെ എന്താണ് പ്രേംകുമാർ ഷെഗാൽ, അതുപോലെ എന്താണ് ഗുർബക്ഷ് സിംഗ് ധില്ലൺ, ഇവർ ഏതിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. എഗെയിൻ ആൻസർ ഏതാണ് ഓഫീസേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA മെമ്പേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് ആയിരുന്നു പറയുന്നത് ഈ 3 പേരും പറയുന്നത്. ഓക്കെ, സോ ഇവർ 3 പേരും ഓഫീസേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് മറ്റൊരു പേരും കൂടെ അറിയാം, ഏതായിരുന്നു? ആസാദ് ഹിന്ദ് ഫൗജ്. ആരായിരുന്നു ലീഡ് ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നൺ അതർ ദാൻ സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, സോ സുഭാഷ് ചന്ദ്രബോസാണ് എന്ത് ഇത് ലീഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ എന്താണ് ഈ ഓഫീസേഴ്സിൻ്റെയൊക്കെ ട്രയൽസ് നടന്നൊരു ഫേമസ് ട്രയലിൻ്റെ പേരുണ്ട്. അതാണ് ഇത് റെഡ് ഫോർട്ട് ട്രയൽ. ഓക്കെ, 1945-46 പീരീഡിലാണ് എന്ത് ഈ റെഡ് ഫോർട്ട് ട്രയൽ നടന്നത്. അതെന്താണ് ഇവരുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഈ 3 പേരുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതാണ് ഈ റെഡ് ഫോർട്ട് ട്രയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരും ഓഫീസേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ആയിരുന്നു. അതായത് ആസാദ് ഹിന്ദ് ഫൗജാണ്. അതിൻ്റെ ലീഡർ ആരായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നൺ അതർ ദാൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഓക്കെ, സോ അതാണ് 47ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 48. With reference to Indian history, which of the following statement is or are correct? First one, the Nizamat of Arcot emerged out of Hyderabad state. Second statement, the Mysore kingdom emerged out of Vijayanagara empire. Third one, Rohilkhand kingdom was formed out of the territories occupied by Ahmad Shah Durrani. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? നിസാമത്ത് ഓഫ് ആർക്കോട്ട് എമേജ്ഡ് ഔട്ട് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഇനിഷ്യലി ഈ നിസാമത്ത് ഓഫ് ആർക്കോട്ട് അല്ലെങ്കിൽ ആർക്കോട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും മുഗൾ എംപയറിൻ്റെ പാർട്ടായിരുന്നു. ഓക്കെ, സോ നവാബ് ഓഫ് കർണാട്ടിക് ആയിരുന്നു എന്ത് ആ ടൈമിലുണ്ടായിരുന്നത്. ഇനിഷ്യലി പാർട്ട് ഓഫ് മുഗൾ എംപയർ, ദെൻ കെയിം അണ്ടർ ആരുടെ കീഴിൽ? ഇത് നവാബ് ഓഫ് കർണാട്ടിക്. ഫസ്റ്റ് മുഗളായിരുന്നു, ദെൻ നവാബ് ഓഫ് കർണാട്ടിക്. ഓക്കെ, സോ ഇനി പക്ഷേ ഹൈദരാബാദ് സ്റ്റേറ്റ് ഫോം ചെയ്തെന്താണ്? നിസാം ഓഫ് ആർക്കോട്ട് എമേജ്ഡ് ഔട്ട് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് എന്ന് പറയുന്നില്ല. കാരണം എന്താണ്? നിസാമത്ത് ഓഫ് ആർക്കോട്ട് ഫസ്റ്റ് മുഗളിൻ്റെതും പിന്നീട് എന്താണ് നവാബ് ഓഫ് കർണാട്ടിക്കിൻ്റെ ആയിരുന്നു. പക്ഷേ ഹൈദരാബാദ് സ്റ്റേറ്റ് ഫോം ചെയ്ത ഏത് ടൈമിലായിരുന്നു? 1724 അത് നിസാം ഉൽ മുൽക്ക് അസഫ്. ഓക്കെ, അസഫ് ഷാ ഫസ്റ്റ് അദ്ദേഹം എന്താണ് മുഗൾ എംപയറിൽ നിന്ന് ഡിക്ലെയർ ചെയ്താണ് എന്ത് ഹൈദരാബാദ് സ്റ്റേറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നിസാം ഓഫ് ആർക്കോട്ട് മുഗൾസിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് അതെന്താണ് നവാബ് ഓഫ് കർണാട്ടിക്കിൻ്റെ കീഴിലായി. ബട്ട് ഹൈദരാബാദ് സ്റ്റേറ്റ് ഫോം ചെയ്തത് എന്താണ് 1724 നിസാമുൽ മുൽക്ക് അസഫ് ഷാ ഫസ്റ്റ് അദ്ദേഹം എന്താണ് മുഗൾ എംപയറിൻ്റെ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൊക്ലമേറ്റ് ചെയ്തിട്ടാണ് ഹൈദരാബാദ് സ്റ്റേറ്റ് ഉണ്ടാക്കിയത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ സെക്കൻഡ് വരുന്നത് എന്താണ്? ദ മൈസൂർ കിങ്ഡം എമേജ്ഡ് ഔട്ട് ഓഫ് വിജയനഗര എംപയർ. ഓക്കെ, കിങ്ഡം ഓഫ് മൈസൂർ ഫൗണ്ട് ചെയ്ത് ആരായിരുന്നു? ഓദേസ് ആയിരുന്നു. അത് 15th സെഞ്ച്വറിയിലായിരുന്നു. അപ്പോൾ ഇനിഷ്യലി അതെന്തായിരുന്നു? വിജയനഗര എംപയറിൻ്റെ പാർട്ടായിരുന്നു. സോ അതെന്തുകൊണ്ട് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ വിജയനഗര എംപയർ എന്താണ് ഡിക്ലൈൻ ചെയ്തതിന് ശേഷം, അതായത് 1565 പീരീഡിൽ ഏതായിരുന്നു? ബാറ്റിൽ ഓഫ് തളിക്കോട്ട. ഓക്കെ, സോ പിന്നെയാണ് എന്ത് മൈസൂർ എമേജ്ഡായി വന്നത്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തേർഡ് പറയുന്നത് റോഹിൽഖണ്ഡ് കിങ്ഡം വാസ് ഫോംഡ് ഔട്ട് ഓഫ് ദ ടെറിട്ടറീസ് ഓക്യുപ്പൈഡ് ബൈ അഹമ്മദ് ഷാ ദുരാനി. ഓക്കെ, റോഹിൽഖണ്ഡ് ഫൗണ്ട് ചെയ്തത് എന്താണ്? അഫ്ഗാൻ ചീഫ്സ് ആയിരുന്നു. അത് ദാവൂദ് ഖാനാണ് ഇത് ലെഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അഫ്ഗാൻ ചീഫ്സ് ആയിരുന്നു, ലെഡ് ചെയ്തത് ദാവൂദ് ഖാനായിരുന്നു.
ഓക്കെ 18th സെഞ്ച്വറിയിലായിരുന്നു, ഏർലി 18th സെഞ്ച്വറിയിലായിരുന്നു നടന്നത്. ദെൻ അഹമ്മദ് ഷാ ദുറാനി എന്താണ്, ഹി ഇൻവേഡർ ഇന്ത്യ. ഓക്കെ, അദ്ദേഹം എന്താണ് ഇന്ത്യ ഒരുപാട് ടൈം ഇൻവേഡ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ടൈം ഇൻവേഡ് ചെയ്യുന്നെങ്കിലും എന്താണ് റോയൽ കണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. ഓക്കെ, അഫ്ഗാൻസ് ആണ് എന്ത് ഈ ഈ ഒരു റീജിയൻ എന്താണ് ഫോം ചെയ്തത്. ഓക്കെ, അഫ്ഗാൻ ചീഫ്സ് ആരായിരുന്നു, ദാവൂദ് ഖാൻ ആയിരുന്നു 18th സെഞ്ച്വറി ഇത് ഫോം ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ് 2 ഓൺലി മാത്രമായിരിക്കും എന്ത് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, 48 അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 49, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? അജന്ത കേവ്സ് ലൈസ് ഇൻ ദ ഗോർജ് ഓഫ് വഗോര റിവർ, സാഞ്ചി സ്തൂപ ലൈസ് ഇൻ ദ ജോർജ് ഓഫ് ചമ്പൽ റിവർ, പാണ്ഡുലേന കേവ്സ് ഷൈൻസ് ലൈസ് ഇൻ ദ ജോർജ് ഓഫ് നർമ്മദ റിവർ, അമരാവതി സ്തൂപ ലൈസ് ഇൻ ദ ജോർജ് ഓഫ് ഗോദാവരി റിവർ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്, ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഏത് ഓപ്ഷനാണ് കറക്റ്റാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, അജന്ത കേവ്സ് ലൈസ് ഇൻ ദ ഗോർജ് ഓഫ് വഗോര റിവർ. ഓക്കെ, നമുക്കറിയാം അജന്ത കേവ്സ് എവിടെയാണ്, മഹാരാഷ്ട്രയിലാണ്, ഔറംഗാബാദ് ഡിസ്ട്രിക്റ്റിലാണ്. പ്രധാനപ്പെട്ട ഒരു ബുദ്ധിസ്റ്റ് മോണുമെൻ്റ് ആണിത്. ഓക്കെ, ബുദ്ധിസ്റ്റ് മോണുമെൻ്റ് ആണ്. സോ അത് ഏത് റിവറിൻ്റെ കീഴിലാണ്, ഒഗോര റിവറിൻ്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, ഔറംഗാബാദ് ഡിസ്ട്രിക്റ്റിലാണ്, ഒഗോര ഗോർജിൻ്റെ കീഴിലാണ് ഇത് അജന്ത കേവ്സ് വരുന്നത്. ഇനി സാഞ്ചി സ്തൂപ ലൈസ് ഇൻ ദ ഗോർജ് ഓഫ് ചമ്പൽ റിവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണ് സാഞ്ചി ചമ്പലല്ല, പകരം ഏത് റിവറാണ്, ബെത്തുവ റിവറാണ്. ബെത്തുവ റിവറിൻ്റെയാണ് വരുന്നത്, മധ്യപ്രദേശിലാണ് ഈ റീജിയൻ വരുന്നത്. ദെൻ പാണ്ഡുലേന കേവ് ഷ്രൈൻസ് ലൈസ് ഇൻ ദ ഗോർജ് ഓഫ് നർമ്മദ റിവർ എന്ന് പറയുന്നുണ്ട്. നർമ്മദ റിവർ അല്ല വരുന്നത്, പ്രധാനമായിട്ടും ഏത് റിവറിൻ്റെയാണ് വരുന്നത്, ഗൗതമി റിവറിൻ്റെയാണ്. ഗൗതമി റിവർ, ഗൗതമി എന്ന് വെച്ചാൽ നമ്മുടെ ഗോദാവരിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്, ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി. ഓക്കെ, ദെൻ ഫൈനലി വരുന്ന അമരാവതി സ്തൂപ ലൈസ് ഇൻ ദ ഗോർജ് ഓഫ് ഗോദാവരി റിവർ എന്ന് പറയുന്നത് അത് ഗോദാവരി റിവറല്ല, പകരം ഏതാണ്, കൃഷ്ണ റിവറാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് റീജിയനിലാണ് വരുന്നത്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ എ മാത്രമായിരിക്കും, അജന്ത കേവ്സ് ലൈസ് ഇൻ ദ ഗോർജ് ഓഫ് വഗോര റിവറാണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണത്. Consider the following statements. 21st February is declared to be the International Mother Language Day by UNICEF. Second statement, the demand that Bangla has to be one of the national languages was raised in the Constituent Assembly of Pakistan. Which of the above statement is or are correct? ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് 21st February is declared to be the International Mother Language Day by UNICEF എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, യുണിസെഫ് അല്ല, പകരം ആരാണ്, യുനെസ്കോയാണ്. ഓക്കെ, 1999 യുനെസ്കോയാണ് എന്ത് 21st February എന്തായിട്ട് ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്, യുണിസെഫ് അല്ല. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. ദെൻ the demand that Bangla has to be one of the national language was raised in the Constituent Assembly of Pakistan. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, പാകിസ്ഥാൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലാണ് ബംഗ്ല നാഷണൽ ലാംഗ്വേജ് ആക്കാനുള്ള ഡിമാൻഡ് കൊണ്ടുവന്നത്. ആ ഡിമാൻഡ് മുന്നോട്ട് വെച്ച ആരായിരുന്നു, ധീരേന്ദ്രനാഥ് ദത്തയാണ് എന്ത് ഡിമാൻഡ് മുന്നോട്ട് വെച്ചത് 1948. ഓക്കെ, ആൻഡ് ദിസ് മൂവ്മെൻറ്റ് eventually led to the recognition of Bengali as the state language of Pakistan in 1956. ഓക്കെ, 1956 എന്നാണ് ബംഗാളി പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്തത്. സോ ധീരേന്ദ്രനാഥ് ദത്ത് 1948 എന്ത് പാകിസ്ഥാൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ ഈ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്. ആൻഡ് ആൾസോ ദ ബംഗ്ല ഹാസ് ടു ബി ദ സ്റ്റേറ്റ് ലാംഗ്വേജ് ഇൻ 1956. ഓക്കെ, 1956 എന്താണ് ബംഗാൾ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറി. ഓക്കെ, സോ ആൻസർ വരുന്നത് എന്തായിരിക്കും, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി, ഓപ്ഷൻ ബി ആയിരിക്കും 2 ഓൺലി മാത്രമായിരിക്കും എന്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2021 50 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് സെക്ഷനിൽ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായത് 51 മുതൽ 75 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, in-built lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.